പലപ്പോഴും തോന്നിയിട്ടുള്ളത് പലപ്പോഴും രണ്ട് എക്സ്ട്രീമിറ്റിയിലാണ് ഈ ഇപ്പോഴത്തെ വ്യക്തി വന്നിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കുറേ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയും. പക്ഷേ ഈ വേറൊരു സൈഡിൽ വേറെ കുറച്ച് യുക്തിവാദം എന്ന് വെച്ച ആൾക്കാർ അവർ പറയുന്നത് വെച്ചാൽ ഈ അറിവ് എന്ന് പറയുന്ന സാധനത്തെക്കാൾ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റുകൾ ഈ സ്വത്വവാദത്തെയൊക്കെ വിമർശിക്കുന്നുണ്ട്. സ്വത്വവാദം അത് അതിലൊരു കമ്മ്യൂണിസ്റ്റ് വിമർശനം ഞാൻ പറയുന്നത് അതൊരു ഇതുണ്ട്, അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. റാഡിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ റാഷണലിസ്റ്റ് സർക്കിൾസിൻ്റെ ലീഡർഷിപ്പ് പൊസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സവർണരാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്നൊരു വാക്കില്ല, ഇസ്ലാമോ ഫിയർ ഉണ്ട്. അതാണ് ഇസ്ലാമിൽ ഫിയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു തരം ഇസ്ലാമോഫോബിക് ആയതുകൊണ്ട് അത് മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാദങ്ങളാണ്. അതപ്പം പ്രതീക്ഷിന് ഇന്റർവ്യൂ അതെ, ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പ്രതീഷ് ഇന്റർവ്യൂയിങ് പ്രതീഷ്. അപ്പോൾ ഈ പ്രതീഷ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്തായാലും ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ച റിഡക്റ്റീവ് ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. റിഡക്റ്റീവ് ടീമിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അത് പറയുന്നത്. അതായത് ഞാൻ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗമായിട്ടുള്ള ആളാണ്. അപ്പോൾ എന്നെ അതിൽ ഒരുപാട് ബുള്ളീസ് എന്നെ ചീത്ത വിളിച്ചപ്പോൾ വർഷങ്ങളായി പലപ്പോഴും എനിക്ക് നീതി എന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. പക്ഷേ റിഡക്റ്റീവ് ഗ്രൂപ്പിൽ ഒരിക്കൽ ചർച്ച വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഞാനൊരു അബ്യൂസ് നേരിട്ടപ്പം ഞാൻ ആ അഡ്മിനായ താങ്കൾ തന്നെയായിരുന്നു എൻ്റെ അഡ്മിൻ. ഞാനൊന്ന് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളായിട്ട് പോലും നിങ്ങളത് നോക്കാതെ ആ നീതി എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി നിലകൊണ്ട് ആദ്യമായിട്ടാണ് എനിക്കൊരു നീതി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടി. അത് റിഡക്റ്റീവ് ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് വേറൊരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു, അതായത് ഞാൻ പ്രശ്നം നേരിട്ടിട്ട് നീതി കിട്ടാതെ പോയത് ഈവൻ പരിഷത്തൊന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളൊരു ഫോഴ്സേ അല്ല, ഇപ്പോൾ ആ ഒരാളെ അല്ല, എങ്കിൽ പോലും ആ നീതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരാൾക്ക് നീതി എന്ന് പറഞ്ഞാൽ അത് തുല്യത സമഭാവന, അതിനുവേണ്ടി നിങ്ങൾ നിലകൊണ്ടുവന്നത് എനിക്ക് സന്തോഷം. ആ ഒരു സന്തോഷം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ്. അപ്പം എൻ്റെ പേര് പ്രതീഷ് ബി. ഞാൻ ആക്ച്വലി തിരുവനന്തപുരം ജില്ലയിൽ വർക്കല സ്വദേശിയാണ്. വർക്കല മുണ്ടേൽ എന്ന് പറയും. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ നാട്ടിൽ എൻ്റെ വീട് ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലി എന്ന ലെവലിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ അച്ഛനൊരു കട്ട ആൻറ്റി കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ പുള്ളിക്കാരൻ NRA ആയിരുന്നു. അതായത് ഒമാനിൽ അവിടെ ഗവൺമെൻറ് PWD ഡിപ്പാർട്ട്മെൻറ്റ് ലേബറായിരുന്നു. പക്ഷേ എന്നെ എൻ്റെ ബ്രദറിനെ വളർത്തിയതെല്ലാം അമ്മയാണ്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിനിയായിരുന്ന സമയത്ത്, അതായത് അവർ അന്നത്തെ BA എക്കണോമിക്സ് ഗ്രാജുവേറ്റാണ്. പക്ഷേ അവരൊരു അന്നത്തെ പാട്രിയാർക്കൽ സിസ്റ്റം കാരണം സ്ത്രീകളെ ജോലിക്ക് പോകണ്ട എന്നുള്ളൊരു സിസ്റ്റം ഉള്ളതുകൊണ്ടും അമ്മ ജോലി കിട്ടാത്ത ആളാണ്. നല്ല കഴിവുള്ള ആളായിരുന്നു. പക്ഷേ ഒരു വിദ്യാർത്ഥിനിയായിരുന്ന സമയത്ത് തന്നെ SFIയിൽ പ്രവർത്തിക്കുകയും സമരത്തിൽ പങ്കെടുത്ത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും തെറിയൊക്കെ ഏറ്റുവാങ്ങിയ ഒരു ആളാണ് എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ അമ്മ ഒക്കെ അങ്ങനെ ഒരു പ്രോഗ്രസീവ് എൻവിറോൺമെൻറ്റിലാണ് ഞാൻ വളരുന്നത്. അപ്പോൾ അതിലൊരു അമ്മ എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ CPMൻ്റെ ഒരു പ്രവർത്തകയായിരുന്നു, വർക്കലയിലെ പ്രവർത്തകയാണ്. മാത്രമല്ല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഘടനയുടെ വർക്കല യൂണിറ്റ് ഫൗണ്ടർ മെമ്പർമാരിൽ ഒരാളാണ്. ഈ നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ സാക്ഷരത ആക്ച്വലി പരിഷത്താരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു തൊട്ടുകൂടായ്മയുള്ള ആളാണ്. കാരണം ഞാൻ LKG തൊട്ട് +2 വരെ പഠിച്ചൊരു CBSE സ്കൂളിലാണ്. അപ്പോൾ പരിഷത്ത് ഈ പൊതുവിദ്യാഭ്യാസം എന്നുള്ള ഇതുള്ളതുകൊണ്ട് നമ്മളെയൊക്കെ ഇത്തിരി മാറ്റി നിർത്തിയിരുന്നു. അമ്മ പരിഷത്താരെയായിരുന്നെങ്കിലും. അപ്പം നമ്മൾ ഈ പഴയ ആൾക്കാർ എന്താണ് ഈ സാക്ഷരതാ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ കുറേ പ്രവർത്തനങ്ങളില്ല. അപ്പോൾ അന്ന് ഈ അമ്മയുടെ കൂടെയൊക്കെ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഈ അക്ഷരമാല, ഞാൻ ആക്ച്വലി മലയാളം പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു നിരക്ഷരനാണ്. ഇങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. ഈ കൊളോക്കിയൽ മലയാളം മാത്രമേ എനിക്കറിയാവൂ. അപ്പോൾ ഈ നമ്മൾ ഈ ലോക്കലായിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഉപയോഗിക്കുന്ന, നാട്ടിൽ ഉപയോഗിക്കുന്ന ആ മലയാളമേ എനിക്കറിയാവൂ. അപ്പം അങ്ങനെ ഒരു പരിഷത്തുമായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമ്മയോട് നിൽക്കുക. അപ്പം അമ്മയുടെ പ്രത്യേകത, അമ്മ ഈ പ്രോഗ്രസീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മതിലുണ്ടായിരുന്നില്ല. അത് ഞാൻ എൻ്റെ 4th സ്റ്റാൻഡേർഡ് തൊട്ട് MSc ഫസ്റ്റ് സെമസ്റ്റർ താമസിച്ചൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഈ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, അവർ ബന്ധുക്കളുള്ള ആൾക്കാരായിട്ട് താമസിക്കുന്നു. വടക്ക് പടിഞ്ഞാറ് സൈഡ് എന്ന് പറയുന്നത് ദളിത് ഫാമിലിയാണ്. പക്ഷെ അവരൊരു കോളനിയൊന്നും പറയാൻ പറ്റില്ല. അവരും വീടൊക്കെ വെച്ച് അവരെല്ലാം പക്ഷേ ബന്ധുക്കളാണ്. ഇല്ല, അങ്ങനത്തെ ഒരു സൈഡിൽ ദളിതരും ഒരു സൈഡിൽ സമുദായം, അതിൻ്റെ ഇടയിൽ ഒരു ബഹുജൻ കുടുംബം. അങ്ങനെയായിരുന്നു നമ്മളൊരു വീടിൻ്റെ ഒരു സിസ്റ്റം. നമ്മളെ വീടിന് മതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ എല്ലാവരും വരും. അപ്പോൾ അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം നമ്മൾ CBSE സ്കൂളാണെങ്കിൽ എൻ്റെ കൂടെയുള്ള പലരും പെൺകുട്ടികളോട് സംസാരിക്കാൻ നാണമൊക്കെ ഉള്ളായിരുന്നാണ്. എനിക്ക് അന്നേരം നാണമല്ല. കാരണം നമ്മൾ ഈ ഇടകലർന്ന്, അതായത് സമുദായ ഭേദമന്യേ ഇടകലർന്നൊക്കെ ജീവിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പണ്ട് ടീച്ചർമാർ അറിയാമല്ലോ, ആണുങ്ങൾ ശിക്ഷ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ഇടകൊണ്ടിരുന്നത്, ആ ശിക്ഷ ബാധിക്കാത്ത ഏക വ്യക്തി ഞാനായിരുന്നു. കാര്യം എനിക്കതൊരു ഇതല്ല, സിമ്പിളായിട്ട് പോയിരിക്കും, നമ്മൾ സംസാരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു പ്രോഗ്രസീവ് എൻവോണ്ടിലാണ് ഞാൻ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് വായിക്കാനും, ഇപ്പം നമ്മൾ തൊട്ടടുത്തൊരു സന്മാർഗ പ്രധാനി വായനശാലയുണ്ട്. കുറേ ദുർമാർഗ ബുക്കുകൾ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പൊതുവേ നല്ല ബുക്കുകൾ, ഇപ്പം പ്രത്യേകിച്ച് ഈ മറ്റേ എന്താണ് ദസ്ക്യാപ്റ്റിലടക്കമുള്ള ബുക്കുകളൊക്കെ ഞാൻ വായിക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. അപ്പോൾ ഈ മലയാളത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മലയാളം സത്യം പറഞ്ഞ് നമ്മൾ കുറച്ച് ഒരു B ഗ്രേഡ് ബുക്കുകളാണ് കൂടുതലും വായിക്കുന്നത്. അതാണ് വായിക്കാൻ വെച്ചാൽ മനസ്സിലാവുന്നതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ മലയാളം
കുറിച്ച് കൂടുതൽ വായിക്കുന്നത്. അല്ലാതെ എനിക്ക് മലയാളം അങ്ങനെ അറിയില്ല. ഇംഗ്ലീഷാണ് കംഫർട്ടബിൾ. ഞാൻ പലപ്പോഴും മലയാളം ബുക്ക് സജസ്റ്റ് ചെയ്യും, അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ഫേസിലേക്കാണ് വളർന്നത്. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഞാൻ ആദ്യം വരുന്നത് തന്നെ പരിഷത്തിലാണ്. ഈ പരിഷത്തിൽ ആക്റ്റീവായിട്ട് വരുന്നത് 2003 PG പഠിക്കുമ്പോൾ, അതായത് സെക്കൻഡ് സെമിസ്റ്ററിൽ നമുക്ക് എൻവിറോൺമെൻറ്റൽ ജിയോളജി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു CPIയുടെ ഒരു മെയിൻ നേതാവും കൂടിയായിരുന്നു. പുള്ളി കമ്മ്യൂണിസ്റ്റാണ്. അപ്പം പുള്ളി അങ്ങനെ നമുക്ക് എല്ലാവർക്കും തന്ന സബ്ജക്റ്റ് ഈ ക്യാപിറ്റലിസം ആൻഡ് എൻവിറോൺമെൻറ്റലിസം, കമ്മ്യൂണിസം ആൻഡ് എൻവിറോൺമെൻറ്റലിസം ആയിരുന്നു. അങ്ങനെ ഞാൻ ഇത് പഠിക്കാനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, അപ്പോൾ അന്ന് ഞാൻ ഈ സെമിനാറിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എഴുതുന്നത് കമ്മ്യൂണിസം ഈസ് ആൻ ഔട്ട്ഡേറ്റഡ് ഐഡിയോളജി, ഡസൻറ്റ് ഹാവ് എനി റെലവൻസ് എന്ന് എഴുതി വെച്ചിട്ട് ബാക്കി നമ്മൾ ഇത് ചെയ്യണമല്ലോ. അത് ചെയ്യാൻ വേണ്ടി അതിനുള്ള ബുക്ക് വായിച്ചുകൊണ്ട് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാംചന്ദ്ര ഗുഹയുടെ എൻവിറോൺമെൻറ്റലിസം ആൻഡ് മാർക്സിസം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ എന്തൊക്കെയോ മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെയുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് സംസാരിച്ചാണ് ഞാൻ ആക്ച്വലി പരിഷത്തിലെ ഒരു മെമ്പറായിട്ടുണ്ട്. അത് ഞാൻ MSc പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പരിഷത്ത് ചേർന്നത്. അങ്ങനെയാണ് എനിക്കൊരു പ്രോഗ്രസീവ് സാധനം പറയാൻ. പരിഷത്തിൻ്റെ അതായത് മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ആയ ആളാണ്. സംസ്ഥാന സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ഞാൻ ഒരിക്കലും ആകും പരിഷത്ത് എൻ്റേതാകുമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ ഞാൻ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ആകുന്ന സമയത്ത് ചില അപ്പൂപ്പന്മാരുമായിട്ടുള്ള കുറച്ച് വഴക്കും ചില താത്വിക പ്രശ്നങ്ങളും കാരണം ഞാൻ പരിഷത്ത് പ്രവർത്തനം അവിടെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് പിന്നെ അങ്ങനെ വലിയ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വരുന്നത് 2015 കേരള യുക്തിവാദ സംഘം എന്ന് പറഞ്ഞ സംഘടനയിലാണ്. അപ്പോൾ അവിടെ വന്ന് ഇതുപോലെ അവിടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരൊന്നുമില്ല, കുറച്ച് വയസ്സായ ആൾക്കാർ. പിന്നെ ഞാൻ കാണുന്നത്, എനിക്ക് തോന്നുന്നൊരു ഓർമ്മ ഡയറ്റ് കറക്റ്റാണെന്ന് അറിയില്ല, 2017 എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് എസൻഷ്യ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് യുക്തിവാദികളെ, കുറച്ച് ചെറുപ്പക്കാരായ ആൾക്കാരും നമ്മളൊരു വണ്ടി വിളിച്ച് അവിടെ നിന്ന് എറണാകുളത്ത് വരുന്നു, ഈ പരിപാടി അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അന്നത്തെ അവരുടെ ഈ നടത്തിപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എസൻസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ അന്നത്തെ അറിയാം അങ്ങ് വിഷയങ്ങളൊക്കെ അറിയാം. അതായത് ഈ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പം അന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ പിരിഞ്ഞു. അപ്പോൾ നമ്മൾ എന്നിട്ട് അവിടെ രവിവിരുദ്ധ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതും ചില മറ്റ് കാരണം അതും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ യുക്തിവാദ സർക്കിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാൻ ഈ പ്രശ്നം നമ്മൾ ഈ കമ്മിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നന്നായിട്ട് വായിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ചർച്ചയൊക്കെ പങ്കെടുക്കും. അപ്പോൾ പല ഗ്രൂപ്പുകളിൽ തന്നെ ആഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ യുക്തിവാദ സംഘം പാലക്കാട് അവരെന്നെ വിളിക്കുമായിരുന്നു ഇടയ്ക്ക്, നിങ്ങൾക്ക് ഒരു പ്രഭാഷണം ചെയ്തു. അതായത് അവിടെ പരിപാടി ഞാൻ ഈ യുക്തിവാദികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പോവുക എന്നുള്ള എൻ്റെ ഒരു ശീലമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പോകും. അപ്പോൾ അവിടെ അങ്ങനെ പോയി യുക്തിവാദ സംഘം പാലക്കാട് എല്ലാ മാസം നടന്ന പരിപാടിയിൽ സ്ഥിരം പങ്കെടുക്കും. ഞാൻ അവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊരു പ്രഭാഷണം നടത്തിക്കൂടെ എന്ന് വെച്ചാൽ. അങ്ങനെയാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ഇറങ്ങുന്നത് അവിടെ നിന്ന്. പിന്നീട് കോവിഡ് വരുന്നു, പിന്നെ എല്ലാം കുറേ ഓൺലൈൻ പ്രഭാഷണങ്ങൾ വരുന്നു, പിന്നെ അദ്ദേഹം ചാനൽ 13 വീട്ടിൽ വരുന്നു. അങ്ങനെ പല സംഘടനയിൽ പങ്കെടുത്തു. അങ്ങനെയാണ് നമ്മൾ ഈ യുക്തിവാദ സർക്കിളിലൊക്കെ ഞാൻ ഇങ്ങനെ പല ഇടത്തായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കോവിഡോടുകൂടി പല പ്രശ്നങ്ങളുണ്ടായി. ഇടയ്ക്ക് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ഒഴിവാക്കി വെച്ച് പേഴ്സണൽ പ്രശ്നങ്ങളാണ്, അത് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ മാറിയൊക്കെ നിൽക്കുന്നു. അതൊക്കെ ഒരു നമ്മൾ യുക്തിവാദ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ ഏകദേശം എല്ലാ യുക്തിവാദങ്ങളെയും അവിടെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ, പണ്ട് ഞാൻ മാർക്സിസം തെറ്റാന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇനി മുതൽ ഞാൻ മാർക്സിസ്റ്റായി തന്നെ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടുകൊള്ളു. അങ്ങനെയല്ല, അതായത് ഇപ്പം അത് റിസർവ് ഞാനൊരു കട്ട കമ്മ്യൂണിസ്റ്റാണ്. അതായത് പാർട്ടിയെ വിമർശിക്കുകയും സിദ്ധാന്തം ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നു. എന്നാൽ 2018 മെയ് 1 തൊഴിലാളി ദിനത്തിന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ കമ്മ്യൂണിസത്തിനെതിരായിട്ടും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിനെതിരായിട്ട് ഞാനൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ C. വിശ്വനാഥൻ്റെ വീഡിയോ ആയിരുന്നു. 3 വീഡിയോ. അതായത് ഒന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദം, പിന്നെ ഒന്ന് ഓൺ ടു ബാഡ് ഐഡിയാസ് ഓഫ് മാർക്സിസം, പിന്നെ ഒന്ന് ഇൻകുലാബ് സിന്ദാബാദ് വിപ്ലവത്തെക്കുറിച്ച് ചില ചിന്തകൾ എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രഭാഷണം ഉണ്ടായിരുന്നു. ഈ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് ഇപ്പം സോവിയറ്റ് യൂണിയൻ ഭരണം തകർന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള പുള്ളിയുടെ പ്രഭാഷണമാണ്. അതിൽ നമുക്ക് ഈ വിപ്ലവം, അതിപ്പോൾ എനിക്കിപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പം രക്തസാക്ഷികൾ സിന്ദാബ് എന്ന സിനിമ അല്ലെങ്കിൽ ലാൽ സലാം എന്ന സിനിമയിലെ പാട്ടൊക്കെ എനിക്കിപ്പോഴും രോമാഞ്ചമുള്ളതാണ്. അപ്പോൾ അത് പുള്ളി അതിനെ സയൻറ്റിഫിക്കായിട്ട് വിശദീകരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ വിപ്ലവ പാട്ടുകളൊക്കെ നമുക്കൊരു ഊർജ്ജം വരുന്നത്, കേൾക്കുമ്പോൾ ഒരു ഇത് വരുന്നതെന്നുള്ളത് പുള്ളി അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 3 പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ അത് കേട്ടതോടുകൂടി ഞാൻ കമ്മ്യൂണിസ്റ്റ് ഇരുന്നൊന്നായില്ല. ഞാൻ പിന്നെ പുള്ളിയായിട്ട് മെസ്സഞ്ചറിൽ മെസ്സേജൊക്കെ അയച്ചു. പിന്നെ ഇടയ്ക്ക് പുള്ളിയുടെ ജാതി പറയണമെന്ന് പ്രഭാഷണം കാണുകയും അതാണ് ഞാൻ ആദ്യമായിട്ട് ഫുള്ളിരുന്ന് കണ്ടത്. മറ്റതെല്ലാം ഞാൻ ഇടയ്ക്ക് ഉറങ്ങും, പിന്നെ പിന്നിരുന്ന് കാണാൻ വിട്ടാണ് കണ്ടത്. പുള്ളിയുടെ അറിയാമല്ലോ, നമുക്ക് ഇച്ചിരി ഡ്രൈ ആണ് പുള്ളിയുടെ പ്രസൻറ്റേഷനൊക്കെ. അങ്ങനെ പുള്ളിയെ ഒരു കരുനാപ്പള്ളിയിൽ ഒരു പരിപാടി വെച്ച് നേരിട്ട് പോയി കണ്ടു. പുള്ളി ഫേസ്ബുക്കിൽ ഫ്രണ്ട്സായി. അങ്ങനെ പുള്ളിയായിട്ട് ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഈ പുള്ളിയുടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ അല്ലത്, ഇങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളി അതിനെല്ലാം കുറേ റെഫറൻസ് തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വായിച്ചു, പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ 2018 മെയ് 1 മുതൽ ആൻറ്റി കമ്മ്യൂണിസ്റ്റാണ് എന്ന് എഴുതി. വേണമെന്നിടത്തും വേണ്ടാത്തടത്തൊക്കെ പോയി കമ്മ്യൂണിസത്തെ വിമർശിക്കുക എന്നുള്ള ശീലം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് വികാസ് എപ്പോഴും എന്നെ കളിയാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എപ്പോഴും എന്ത് പറഞ്ഞാലും നമ്മൾ ഈ വിശ്വാസിത്വത്തിൽ നിന്ന് അവിശ്വാസത്തിലുണ്ടായിരുന്നു നമ്മൾ ഈ വിശ്വാസികളെ നോക്കിയിട്ടൊരു കളിയാക്കലുണ്ടല്ലോ. അതായത് നമ്മൾ പണ്ട് അങ്ങേറ്റത്തായിരുന്നു, ഇപ്പോൾ നമ്മൾ ഇങ്ങേറ്റത്ത് നിൽക്കുന്നു, എന്നിട്ട് അങ്ങേറ്റത്ത് കുറേ ആൾക്കാർ ഇപ്പോൾ അവരൊക്കെ കളിയാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു
ഒരു ലൈനാണ്. ആ ലൈനായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെ മാറിയെന്ന് വെച്ചാൽ ഞാനിപ്പോഴും സൈദ്ധാന്തികമായി കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കുന്ന ഒരാളല്ല. പക്ഷേ അത് പറയാം, അതിലോട്ട് പറയാം. പക്ഷേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഗാർഡ് ഓഫ് ഓണറാണ്. അത് ഞാൻ സന്തോഷത്തോടെ പറയുന്ന ഒരാളാണ്. ഞാൻ പലരെയും അന്തം കമ്മി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ചെഴുതുന്നൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ പരിഷത്തിൻ്റെ രമേശ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. പുള്ളിക്കാരനോട്ട് കുറേ ചർച്ച നടത്തി. പുള്ളിക്കാരൻ്റെ മകൻ ആ, എന്തോ അവനെന്തോ പേര് നമുക്ക് ഇത്ര ഓർക്കുന്നില്ല, എന്തോ സുയോധനൻ, തൽക്കാലം സുയോധനൻ എന്ന് പറയാം. പുള്ളിക്കാരനായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. പുള്ളി നല്ലൊരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ പുള്ളിയായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ റിഡക്റ്റീവ് വന്നിട്ടുള്ള ആള്, നമ്മുടെ അലൻ പോൾ വർഗീസ്, പുള്ളിയാണ് എനിക്ക് ഈ ഗുണ്ട്രൂസ് മാർക്സ്, ജർമ്മൻ വേർഡാണ്, ഉച്ചാരണം കറക്റ്റാവില്ല, ഗുണ്ട്രൂസ് GRUNDRISSE മാർക്സിസം എന്ന് പറഞ്ഞൊരു ബുക്ക് പുള്ളിയാണ് എനിക്ക് ഫുള്ള് എൻ്റെ PDF അയച്ചു തന്നത്. അപ്പോൾ അതിൽ ഈ മാസ് തന്നെ മാർക്സിസ്റ്റ് ക്രിട്ടിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പുള്ളിയുടെ പ്രശ്നം, പുള്ളി അത് മുഴുപ്പിക്കാൻ പറ്റിയില്ല. ഈ അംബേദ്കറിസം അല്ലെ, അംബേദ്കർ മറ്റേ മാർക്സിസമായിട്ടുള്ള അവരുടെ റിലേഷന് വന്ന് മരിച്ചു, അതുപോലെ മാർക്സും മരിച്ചു. അപ്പോഴത്തേക്ക് അന്ന് ഈ ആ ബുക്കിനൊക്കെ വന്ന് ലെനിനൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് അത് പുള്ളിക്ക് ബോധമില്ലാതെ എഴുതാണ്, ഇത് അംഗീകരിക്കും. പക്ഷെ ഇപ്പം അത് പലരും ചർച്ച ചെയ്യുന്നു. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചറൽ ആയിട്ടുള്ള, നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് ഫുള്ള് നമ്മുടെ വിമർശനം എന്താണ്, വർഗ്ഗപരം മാത്രമാണ് എന്നുള്ളത്. പക്ഷേ അതിൽ വർഗ്ഗത്തിൽ നിന്ന് ഈ കൾച്ചറൽ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഒരു സിസ്റ്റം, അതായത് ഇപ്പം ബ്ലാക്ക് റെവല്യൂഷൻ, അതായത് ബ്ലാക്കിൻ്റെ ഇമാൻസിപ്പേഷനാണ് മൊത്തം ക്ലാസിൻ്റെ ഇമാൻസിപ്പേഷൻ എന്ന് മാർക്സ് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നിന്ന് ആണ് ഞാനത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ക്ലാസ്സിൽ നിന്ന് അപ്പുറം നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി, അത് ഞാൻ അടുത്തൊരു വ്യക്തമാക്കും, എന്താണ് കാസ്റ്റ്, എന്താണ് കമ്മ്യൂണിറ്റി, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയും കൂടി റെപ്രസെൻറ്റേഷൻ വരുമ്പോഴാണ് ആ റെവല്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ ഇമാൻസിപ്പേഷൻ അല്ലെങ്കിൽ ലിബറേഷൻ അല്ലെങ്കിൽ സാൽവേഷൻ എന്നൊക്കെ പറയുന്നത് ഇതും കൂടെ ചേർന്നാണ്. അപ്പോൾ അത് ഗുണ്ട്രൂസ് മാർക്സ് അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ മാർക്സിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ അതൊരു പോസ്റ്റ് മാർക്സിന് ആവശ്യം. അപ്പോൾ ആ കാഴ്ചപ്പാട്, അതായത് ഗുണ്ട്രൂസെ മാർക്സമാണ് ഞാൻ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു ഗാർഡ് ഓഫ് ഓണർ ഞാൻ കണക്കാക്കുന്നില്ല. ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അന്തം കമ്മയെ വിളിച്ച് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് പക്ഷേ ഞാൻ മാർക്സിസ്റ്റ് ആയിട്ടൊന്നുമല്ല. പക്ഷേ ഈ ഒരു സാധനം, അതായത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് തന്നെ നെഹ്റു, മാർക്സ്, അംബേദ്കർ. നെഹ്റു ആണ് ഈ ശാസ്ത്രബോധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അതായത് നമ്മൾ ശാസ്ത്രബോധം ഉണ്ടാവണം, സയൻസാണ് അറിവ് നേടാനുള്ള മാർഗ്ഗം, അല്ലെങ്കിൽ സയൻസ് ബേസ് ചെയ്താണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ കേരളത്തിൽ പറയുന്ന പോലെ നോളജ് ബേസ്ഡ് എക്കണോമി എന്ന് പറയുന്ന സാധനം വരുന്നതൊക്കെ നെഹ്റുവിൽ നിന്നാണ്. അപ്പോൾ അംബേദ്കറാണ് ഇപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ പവർ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ അംബേദ്കറാണ്. അപ്പോൾ അവിടെ മാർക്സ് ആളുടെ, അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ഈ കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റുകൾ ഈ സ്വത്വവാദത്തെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അതിലൊരു കമ്മ്യൂണിസ്റ്റ് വിമർശനം ഞാൻ പറയുന്നത് അതൊരു ഇതുണ്ട്, അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റുകൾ പലപ്പോഴും സ്വത്വവാദത്തിനെതിരാണ്, അത് വേറെ കാരണം കൊണ്ടാണ്. പക്ഷേ ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വത്വവാദികളെ റൈറ്റ് വിങ് പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ നമ്മൾ ക്ലാസും കമ്മ്യൂണിറ്റിയും കൂടെ ചേർന്നാണ് യഥാർത്ഥ റെവല്യൂഷൻ വരേണ്ടത്. അപ്പോൾ ഈ ഇത് എന്ത് പറ്റും, ഈ റൈറ്റ് വിങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ. നീ നോക്കി കഴിഞ്ഞാൽ ഈ കാസ്റ്റ് ഇവർ സെപ്പറേറ്റ് നിൽക്കുമ്പോഴത്തേക്ക് അത് അൾട്ടിമേറ്റ്ലി ഗുണം ചെയ്തത് റൈറ്റ് വിങ്ങിനാണ്. റൈറ്റ് വിങ്ങാണ് ഇപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാസ്റ്റും കമ്മ്യൂണിറ്റി, അതായത് കാസ്റ്റും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും ക്ലാസും ഒന്നിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയും ക്ലാസ്സും കൂടെ ഒന്നിക്കണം. അത് ഒന്നിപ്പിക്കേണ്ടത് ഇപ്പം പ്രിവിലേജ് ഉള്ളത് ക്ലാസ്സിനാണ്. അപ്പോൾ സ്വാഭാവികം ക്ലാസ്സാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതായത് അവരിങ്ങോട്ട് വരെയല്ലാണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അതായത് ക്ലാസ് കമ്മ്യൂണിറ്റിയിലോട്ട് പോയി ക്ലാസ് കമ്മ്യൂണിറ്റിയോട് ചേർന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് റൈറ്റ് വിങ്ങിനെ ഒതുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അത് നിങ്ങൾ ലോകം മൊത്തം നോക്കിയാൽ കാണാം. എവിടെ എടുത്ത് നോക്കിയാലും ഇതുപോലുള്ള ഈ ഐഡൻറ്റിറ്റി ബേസ്ഡ് മൂവ്മെൻറ്റ്സിനെല്ലാം തത്വത്തിൽ സഹായിക്കുന്ന റൈറ്റ്, അത് മനഃപൂർവ്വം അവർ ചെയ്യുന്നതെന്നല്ല, പക്ഷേ അത് അവരോലും അറിയാതെ അത് വളരെ, ഞാനാണെങ്കിൽ ക്ലാസ് റെവല്യൂഷനെ തകർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് ഇപ്പോൾ നമ്മൾ ക്ലാസ് മാത്രം പോരാ, കാരണം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പറയുമ്പോൾ കാസ്റ്റിനെ അഡ്രസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും സാമൂഹിക വിപ്ലവം സാധ്യമല്ല. അതുകൊണ്ട് ആ രീതിയിൽ ഞാനൊരു മാർക്സിസ്റ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ വെക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ്, മൂന്നും കൂടെ ചേർന്നതാണ്, മാർക്സ്, നെഹ്റു, അംബേദ്കർ. ഓക്കെ. അപ്പം പൊതുവിൽ യുക്തിവാദം, കേരളത്തിലെ യുക്തിവാദ മൂവ്മെന്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പൊതുവിൽ യുക്തിവാദ മൂവ്മെൻറ്റിനെ കുറിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, പലപ്പോഴും രണ്ട് എക്സ്ട്രീമിസ്റ്റ് എമിറ്റിയിലാണ് ഈ ഇപ്പോഴത്തെ യുക്തിവാദം നിൽക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കുറേ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത്, അതൊരിക്കലും ഒരു മോശം പ്രവൃത്തിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം, അതൊരു സാമൂഹിക വിദ്യാഭ്യാസമാണ്. നമ്മളൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കുറേ കാര്യങ്ങളാണ് വെക്കുന്നു, സമൂഹം ചർച്ച ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ വെക്കുന്നു. പക്ഷേ ഈ വേറൊരു സൈഡിൽ വേറെ കുറച്ച് യുക്തിവാദം കുറച്ച് ആൾക്കാർ അവർ പറയുന്നത് വെച്ചാൽ ഈ അറിവ് എന്ന് പറയുന്ന സാധനത്തെക്കാൾ കൂടി സാമൂഹ്യ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ സമൂഹത്തിൽ വിഷയങ്ങൾ ഇടപെടുക, അപ്പോൾ അതുപോലെ ഇപ്പോൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പാസ്സാക്കുക, അതിനുവേണ്ടി സമരം ചെയ്യുക, ഈ സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുക, അവിടെ സമരം നടത്തുക,
ഇതും തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. അത് ഒരു സൈഡിൽ നടക്കട്ടെ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് രണ്ടും കൂടെ മിക്സ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ വിശ്വാസിയായിട്ടിരിക്കുന്നത്? ഭയങ്കര സുഖമാണ് വിശ്വാസിയായിരിക്കുന്നത്. കാര്യം ഒന്നും ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ റാഷണലിസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസാണ്. പക്ഷേ നിങ്ങൾ ഈ ചുമ്മാ കുറേ എഡ്യൂക്കേഷൻ പഠിച്ചിട്ട് എന്തൊരു കാര്യം? സമൂഹം മാറുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് മാറും? അപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഷിയർ എക്സിസ്റ്റൻസ് തന്നെ പ്രശ്നമായിരിക്കുന്നിടത്ത് അവിടെ എഡ്യൂക്കേഷൻ കൊണ്ടല്ല കാര്യം. അവിടെ അവരുടെ എക്സിസ്റ്റൻസ് ആദ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം. അവിടെ നമ്മൾ ഫ്രീ വേണം. അവിടെ നമ്മൾ ചിലപ്പം ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ അവിടെ ഇത് രണ്ടായിട്ട് നിൽക്കാതെ രണ്ടും കൂടെ ഒരുമിക്കണം. അതായത് എഡ്യൂക്കേഷനെയും സോഷ്യൽ വർക്കിനെയും മിക്സ് ചെയ്ത് വേണം നടത്താൻ. അത് ഇപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും നടത്തിയ ഒരു വിജയിപ്പിച്ച വിപ്ലവം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് ഇന്ത്യയിൽ വെക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ ഉള്ള ഒരു സാധനം വേറെ പലയിടത്തും ഇല്ല. അതായത് ഇപ്പം നാഷണൽ മൂവ്മെൻറ്റിൽ വിജയിച്ച സ്ഥലങ്ങളുണ്ടാവും. അവിടെ കാണാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ പവർ, റെപ്രസെൻറ്റേഷൻ, കാസ്റ്റ് സിസ്റ്റം ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ക്ലാസ് പ്രശ്നം വെച്ച് ചിലപ്പോൾ അവിടെ സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഒരു യുക്തിവാദി ആവേണ്ടത് എപ്പോഴും റെപ്രസെൻറ്റേഷന് വേണ്ടി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടി നിൽക്കണം. അവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ എന്താണ് ഇപ്പം വിവേചനം, പലതരത്തിലുള്ള വിവേചനങ്ങൾ, ഈ വിവേചനത്തിനെതിരെ നിൽക്കേണ്ടത് യുക്തിവാദിയുടെ സാമൂഹിക ഉത്തരവാദിത്തമായിട്ടാണ്. അപ്പോൾ അവിടെ എഡ്യൂക്കേഷനും വേണം, ഇതെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം, നമ്മളിപ്പോൾ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയും. ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുന്നവർ പോലും റെപ്രസെൻറ്റേഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഞാൻ കുറച്ച് റാഡിക്കലായിട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ റാഷണലിസ്റ്റ് സർക്കിൾസിൻ്റെ ലീഡർഷിപ്പ് പൊസിഷൻ എടുത്ത് പോയിക്കഴിഞ്ഞാൽ കൂടുതലും സവർണരാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അതിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് നമ്മുടെ റെന്റിയർ ക്ലാസ് എന്ന് പറയും. ഇപ്പം കേരളത്തിൽ റാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ അകത്തുള്ള ഇപ്പോൾ സംവരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദളിത് വിഷയങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ചൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുവരും. യുക്തിവാദിക്ക് അകത്ത് സർക്കിളിൽ തന്നെയുള്ള ദളിത് ബഹുജൻ ആൾക്കാരുണ്ട്, ഈവൻ ആദിവാസികളുണ്ട്. അവരൊക്കെ ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. കാരണം അവരെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ലീഡർഷിപ്പ് പൊസിഷൻസിലേക്ക് മാറ്റേണ്ടി വരും. നമ്മളിപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആണല്ലോ. റെപ്രസെൻറ്റേഷൻ പറയുമ്പോൾ ജനസംഖ്യാനുപാതം നോക്കുമ്പോൾ അത് ഏകദേശം 20% ഉള്ളൂ സവർണർ. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അവർ കുറയുകയും മറ്റൊരു കൂടുകയും വേണം. അതാണ് അതിൻ്റെ ഒരു പ്രൊപ്പോഷണൽ അപ്രോച്ച്. ഇവിടെ അങ്ങനെ വരുന്നില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ നോക്കി ഒരു ചെറിയൊരു സീരിയസ് നോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം സ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ ചില പ്രത്യേക അതിലുള്ളതിനെക്കാട്ടും കുറവാണ് ഈ യുക്തിവാദ സർക്കിളിൽ സ്ത്രീ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈവൻ ദോ അവർക്ക് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിൽ റെപ്രസെൻറ്റേഷൻ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എന്തോ നമ്മൾ വിശ്വാസികൾ മോശമാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ നമ്മൾ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലാണിത് കൂടുതൽ വരേണ്ടത്. ഇപ്പോൾ ഒരു ക്യൂർ ഫോബിക്കാരാണ് പരസ്യത്തിൽ കാണാൻ പാടില്ല. അപ്പോൾ പരസ്യത്തിൽ കണ്ടുകൂടാന്ന് ചോദിച്ചാൽ നോർമലി കാണാൻ പാടില്ല. കാരണം പരസ്യത്ത് എന്ന് പറയുന്നത് ഒരു ക്യൂർ ഫോബി ഇല്ലാത്തൊരു സംഘടന, അല്ലെങ്കിൽ യുക്തിവാദി സംഘം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യുക്തിവാദ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ക്യൂർ ഫോബിക്കാണെന്ന് കാണാൻ പാടില്ല. ഒരു സ്ത്രീവിരുദ്ധമുള്ള കാണാൻ പാടില്ല. അതിലുണ്ട് ഒന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ അവിടെ വരുന്നില്ല. എന്തുകൊണ്ട്? എല്ലാം നമ്മുടെ യുക്തിവാദ സർക്കിളിന്, അല്ലെങ്കിൽ റാഷണൽ മൂവ്മെൻറ്റിന്, അല്ലെങ്കിൽ എത്തിസ്റ്റ് മൂവ്മെൻറ്റ് ലീഡർഷിപ്പ് നോക്കി കംപ്ലീറ്റ് സവർണർ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് മാറ്റണ്ടേ? അപ്പം നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ പറയാൻ വേണം, നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ അതും പൊളിച്ചെഴുതണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇത് എല്ലാം ഈ രവി സെൻറ്റേഡ് ആവുന്നു എന്നുള്ള ഒരു തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്നുകിൽ രവി സൈഡ് അല്ലെങ്കിൽ ആന്റി രവി എന്നുള്ളത്, അതായത് രവിയെ ചുറ്റിപ്പറ്റി. അത് ശരിയാണ്. അതൊരു പോയിന്റാണ്. അതായത് ഇപ്പം അത് നമ്മൾ വേറെ പ്രശ്നമുണ്ട്. അതായത് ഇപ്പം ഈ ചില നറേറ്റീവ്സ് ഉണ്ടാകും. നമ്മളെല്ലാം കൂടി സംഘ് നറേറ്റീവ് എന്നുണ്ടാകും, അതിൻ്റെ പറയാമോ? അത് നമ്മൾ നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അവരെ ഇതിലോട്ട് കൊണ്ടുവന്ന് അവരെ ആൻസർ ചെയ്യിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അവരെന്തെങ്കിലും ഒരു നറേറ്റീവ് ഉണ്ടാക്കി വിടും, അല്ലെങ്കിൽ അവർ തന്നെ അവർക്കെതിരായിട്ടൊരു വീഡിയോ ഉണ്ടാക്കി വിടും, നമ്മൾ അതെടുത്ത് ഷെയർ ചെയ്ത് ഇവിടെ ചർച്ചയാക്കി അവർക്കത് ആക്ടിവിറ്റി അവർക്ക് അനുകൂലമാണ് വരുന്നത്. അതുപോലെ ഇതേ സാധനം നമ്മുടെ ഫാഷണൽ സർക്കിളിലുണ്ട്. ഒന്നുകിൽ നിങ്ങൾ രവി അനുകൂലി, അല്ലെങ്കിൽ രവി വിരുദ്ധൻ. രവി വിരുദ്ധനാവുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പോയിന്റ് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ രവി വിരുദ്ധനാവുന്നത് തന്നെയാണ് അതിൻ്റെ ശരി. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന ആൾട്ടർനേറ്റീവ് എന്താണ്? ഇപ്പോൾ ആൾറെഡി രവിച്ചെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്തത് എന്താണ് എന്നുള്ളവിടെ വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ നമ്മളിനി ഓരോ വീഡിയോ എടുത്ത് വെച്ചിട്ട് പുള്ളി അതിൽ ഇന്ന കുഴപ്പമുണ്ട്, ഇത് ഇന്ന രീതി പ്രശ്നമാണ്, ഇത് റൈറ്റ് വിങ് ആണെന്ന് അനുകൂലമാണെന്ന് പറയുന്നതിൽ ഇപ്പം വലിയ അർത്ഥമൊന്നുമില്ല. കാരണം വളരെ അത് അണ്ടർസ്റ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് ഒരു പ്രൊഫഷൻ എടുത്തിട്ട് ഇനി അതിൻ്റെ അകത്ത് റൈറ്റ് വിങ് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അതായത് ചക്രം നമ്മളിനി കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇനി ഒന്നുകൂടെ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഗീവ് ആൻ ആൾട്ടർനേറ്റീവ്. അതായത് നമുക്ക് നാസ്തികത അല്ല, അപ്പോൾ പറയാം നാസ്തികത അല്ല, നമ്മൾ യുക്തിവാദം. അപ്പോൾ എന്താണ് യുക്തിവാദം? അപ്പോൾ ഇന്ത്യൻ യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും നമ്മൾ റീഡിഫൈൻ ചെയ്യണം. കേവലമായ ഒരു ദൈവവിരുദ്ധത, അല്ലെങ്കിൽ ഏതെങ്കിലും അന്ധവിശ്വാസത്തിനെതിരായി നിൽക്കുക, അത് മാത്രമല്ല. വിശ്വാസികൾക്ക് ജനാധിപത്യവാദികളാകാൻ പറ്റും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യുക്തിവാദം, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്നോട് എപ്പോഴും ജനാധിപത്യപരമായി പെരുമാറിയിട്ടുള്ളത് വിശ്വാസികളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം വിശ്വാസം ശരിയാണെന്ന് ഞാൻ പറയുന്നത്. എന്നോട് ഏറ്റവും ബുള്ളി ചെയ്തിട്ടുള്ളത് റാഷണലിസ്റ്റുകളാണ്.
പക്ഷേ എന്ന് വിചാരിച്ച് രാഷ്ട്രീയം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഇതെൻ്റെ നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് എടുത്ത് സോഷ്യലൈസ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ നമ്മൾ അപ്പം നമ്മൾ വി ഷുഡ് ഗീവ് ആൻ ഗുഡ് ആൾട്ടർനേറ്റീവ്, ഒരു ലെഫ്റ്റിസ്റ്റ് പ്രോപ്പർ ആൾട്ടർനേറ്റീവ് എന്താണ് നമ്മൾ വെക്കുന്ന ആൾട്ടർനേറ്റീവ് എന്താണ്. ഇപ്പം പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ രവി ഉണ്ടാക്കുന്ന കുറേ നറേറ്റീവിൻ്റെ പിറകെ നമ്മൾ പോകണം, നമ്മളൊരു നറേറ്റീവ് ഉണ്ടാക്കണം, എന്നിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്ത് പറ്റും? അപ്പം നമുക്ക് നിൽക്കാൻ ഒരു സ്പേസായി, ഒരു നമുക്ക് പ്രചരിപ്പിക്കാൻ ആ നറേറ്റീവായി. അപ്പോൾ എന്ത് പറ്റും? ഈ ഇപ്പുറത്ത് ആൻറ്റി രവി സർക്കിൾ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ പലരും രവിയുടെ കൂടെയാണ്. അതിന് പല കാരണങ്ങളും, കാരണം ഇതിനകത്തൊരു ഫിനാൻസ് കാരണം അവർക്ക് കയ്യിൽ ഒരുപാട് ഫണ്ടിങ് ഉള്ളതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ രവിയുടെ എസൻസ് നടത്തിയപ്പോൾ ഒരു പരിപാടി മാത്രമേ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായുള്ളൂ. ബാക്കിയെല്ലാം തന്നെ വളരെ ചുരുങ്ങിയ ഷൂസ്ലിംഗ് ബഡ്ജറ്റിൽ ചെയ്യും. പക്ഷേ നമുക്കൊരു നഷ്ടം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർ വരും, ഒരെണ്ണം മാത്രം 10-100 പേരൊക്കെ വന്നു, ബാക്കിയൊക്കെ ഒരു 70-80-100 മാക്സിമം 100 ആ റേഞ്ചിൽ വരും. പക്ഷേ അവരെല്ലാം ഫണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ചിലവ് എത്രയാണോ ഏകദേശം അതിൻ്റെ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ രവിവിരുദ്ധ പരിപാടിയൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നസ് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കണം. ഈ ആൾട്ടർനേറ്റീവ് കാണണം. ഇപ്പം നമ്മൾ രവി എന്തോ പറയുന്നു നോക്കി അത് നോക്കിയിട്ട് രവി ആൾറെഡി വെൽ എക്സ്പ്ലെയിൻഡ്, രവി പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് നമ്മൾ അതിൻ്റെ പിറകെ പോകാതെ നമ്മളൊരു ആൾട്ടർനേറ്റീവ് മുൻപോട്ട് വയ്ക്കുക. ഇപ്പോൾ തന്നെ സി രവിചന്ദ്രനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത രവിവിരുദ്ധനായ ഒരാൾ വരെ ഇപ്പോൾ രവിയുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ പലരും ഉണ്ട്. അതായത് രവിയോടുള്ള ആശയപരമായ എതിർപ്പ് കൊണ്ട് ഇപ്പുറത്ത് രവിവിരുദ്ധ സർക്കിളിൽ നിന്ന ആൾക്കാരെല്ലാം അവരൊന്നും ഇവിടെ പലരും കാണാനില്ലാതായി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അറിയിക്കുക അവരപ്പുറത്ത് വയ്ക്കും. ഇവിടെ കൊണ്ടാണ് നമ്മളെ കൂടെ നിന്ന ആൾക്കാരാണ്, ഇടയ്ക്കാലത്ത് അവരൊന്നും കാണുന്നില്ല, കുറേ കഴിയുമ്പോൾ അവരപ്പുറത്ത് വയ്ക്കുന്നു. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന് അവർ കൃത്യമായ ധാരണയുള്ളവരായിരുന്നു. പക്ഷെ നമുക്കൊരു ആൾട്ടർനേറ്റീവ് കൊടുക്കാൻ പറ്റാതെ അതിൽ നമ്മൾ മുമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ താമസിക്കൊന്നുമില്ല, ഇനിയും ഉണ്ടാക്കിയാൽ മതി, സമയമുണ്ട്. പ്രപഞ്ചം നാളെ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് നറേറ്റീവ് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അത് നാസ്തികതയല്ല, യുക്തിവാദമാണ്. ഇപ്പോൾ എന്താണ് യുക്തിവാദം നമുക്ക് റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. കേവലമായ ശാസ്ത്രബോധം മാത്രമല്ല യുക്തിവാദം എന്ന് പറയുന്നത്, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, മോശം അനുഭവങ്ങൾ എന്താണ് യുക്തിവാദ സർക്കിളുണ്ടായ മോശം അനുഭവങ്ങൾ? മോശം അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ ആരും പേര് പറഞ്ഞ് ഇവിടെ വിമർശിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കുറേ ബുള്ളിങ് നേരിട്ടുണ്ട്. പല ആൾക്കാരൊന്നും ഭയങ്കരമായിട്ട് മെഗലോമാനിയക് ബുള്ളീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പലരെയും വിളിക്കും. ആരെയും ഞാൻ പേര് ഇപ്പോൾ തീർക്കാൻ പറയുന്നില്ല. മെഗലോമാനിയക്കൽ ബുള്ളീസാണ്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അവരെല്ലാം മോശക്കാരാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. ഇത് എനിക്ക് നേരിട്ട അനുഭവമാണ് ഞാൻ പറയുന്നത്. മെഗലോമാനിയക്കൽ ബുള്ളീസാണ്. ഒരു പ്രമുഖ യുക്തിവാദിക്കെതിരെ മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രത്യേകത രൂക്ഷമായിരിക്കും എന്ന് പറഞ്ഞ് വേറൊരു പ്രമുഖ യുക്തിവാദി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ സംഭവിച്ചു. ഇതൊന്നും ഞാൻ അന്ന് കാണിച്ച അബദ്ധം എന്ന് പറഞ്ഞാൽ ഇതൊന്നും പബ്ലിസൈസ് ചെയ്തില്ല എന്നുള്ളതാണ്. വെറുതെ ഈ രവി അനുകൂലികൾക്കൊരു ഇന്ധനം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പലതും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ചെയ്യേണ്ടിയിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഇപ്പോഴത്തെ പല ആർഗ്യുമെൻറ്റ്സിനും പലതിനും എനിക്കിപ്പോൾ തെളിയിക്കാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നം എനിക്കുണ്ട്. ഓക്കെ, അത് ഞാനത് കാര്യമാക്കുന്നില്ല. ഇപ്പം ഞാനത് അങ്ങനെ ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു ബുള്ളീസിങ് നേരിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്നത് ആരാണ് എന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും ആൾക്കാർ അഭിപ്രായം പറയുന്നത്. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. നിങ്ങൾ പറയുന്ന ആർഗ്യുമെൻ്റ് എന്താണ്, വാട്ട് ഇസ് മെറിറ്റ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്, അതാണ് നോക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രൈബലിസം എന്ന വാക്ക് ചിലർ പറഞ്ഞത് അത് ഭയങ്കര പ്രശ്നമാണ്, ട്രൈബൽസിൻ്റെ പ്രശ്നം. അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അങ്ങനെ നിങ്ങൾ പ്രശ്നം തുടങ്ങിയാൽ സെക്ടറിസം പ്രശ്നമാണ്, ഫെമിനിസം പ്രശ്നമാണ്, യുക്തിവാദം തന്നെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ട്രൈബലിസം എന്ന് വാക്ക്, അപ്പോൾ അങ്ങനെ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം പറയാം, ട്രൈബലിസം നമുക്ക് ഞാൻ ഉപയോഗിക്കില്ല. കാരണം ട്രൈബലിസം എന്ന് പറയുന്നത് ട്രൈബ്സിനെ ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്തായാലും അതിനോട് യോജിക്കുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുമെന്ന് പറയുകയും, എന്നാൽ കുറച്ച് ഒരു PhD ഡിഗ്രിയൊക്കെ ഉള്ള ഒരാൾ പറയുമ്പോൾ, ഒരു ക്ലാസ് ആൾ പറയുമ്പോൾ എന്നാൽ പിന്നെ ഈ മേലെ ഞാൻ പറയുക എന്ന് പറയുമ്പോൾ അതൊരു മോശം അനുഭവം, അല്ലെങ്കിൽ അതൊരു മോശം പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ആരും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം പലരും തന്നെ ഇപ്പം ഈവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ഒരുപാട് യുക്തിവാദികളുണ്ട്. അവർ പലരും തന്നെ ഈ പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് ഒരു ഫിസിസിസ്റ്റ് പറഞ്ഞാൽ നന്നായിട്ട് പറയാൻ കഴിയുന്ന ഇത്രയും നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ അംഗീകരിക്കില്ല. അവർ പറയുന്ന ആർഗ്യുമെൻറ്റിൻ്റെ മെറിറ്റ് എന്താണ് അത് നോക്കുക. വ്യക്തി ചിലപ്പോൾ ഈ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യന്ത്രങ്ങളല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിന് എതിരായിട്ടതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ശരിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തി ഒന്നുമല്ല, ഞാൻ പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് മെറിറ്റ് ഉണ്ടോ ഇല്ലയോ, അതിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ചർച്ച ചെയ്യും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അത് പറയുന്നത്. ഓക്കെ, ഇസ്ലാമോഫോബിയ അഡ്രസ്സ് ചെയ്യുന്നത് യുക്തിവാദ മൂവ്മെൻറ്റുകൾ ഫെയിൽ ആയിട്ടുണ്ടോ? ഫെയിലായി എന്നൊന്നും അങ്ങനെ കാറ്റഗറിക്കലി ഒന്നും ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ
യുക്തിവാദികൾ ഇസ്ലാമോഫോബിയ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാദം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്നൊരു വാക്കില്ല, ഇസ്ലാമോ ഫിയർ ഉണ്ട്, അതാണ് ഇസ്ലാമിൽ ഫിയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു തരം ഇസ്ലാമോഫോബിയ ആയതുകൊണ്ട് അത് മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാദങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയുമ്പം ഈ മുസ്ലിങ്ങൾ എന്തോ നമ്മൾ മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യാത്തവർ അങ്ങനെയൊന്നുമില്ലല്ലോ. തെറ്റ് ചെയ്യാത്തവരെ ആരുമില്ല ഗോപു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ യുക്തിവാദ വാക്യം തന്നെ. അപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യും, ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്യാത്താരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളും തെറ്റ് ചെയ്യും, ദാറ്റ്സ് എ നോർമൽ തിങ്. ഞാൻ തെറ്റ് ചെയ്യുന്നു, നിങ്ങളും തെറ്റ് ചെയ്യുന്നു, മുസ്ലിങ്ങൾ ദാറ്റ്സ് എ നോർമൽ തിങ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ തെറ്റ് ചെയ്തില്ല എന്നുള്ളതല്ല ഇസ്ലാമോഫോബിയയുടെ മാനദണ്ഡം. അത് ഈ നമ്മളിത് തെറ്റിദ്ധാരണയാണ്, ഈ മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇസ്ലാമോഫോബി കൂടുന്നത്. അങ്ങനെ കൂടുന്നെങ്കിൽ മുസ്ലിങ്ങൾ നന്മയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് കുറയണ്ടേ? അങ്ങനെ കുറയുന്നില്ല. പക്ഷേ മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യുന്നതിന് നമ്മളിലുള്ള ഇസ്ലാമോഫോബിയ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് എന്ന് വിചാരിച്ചോ മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യാത്ത ഒരാളാണെന്ന് വെച്ചോ, ഇനി ഈ മുസ്ലിങ്ങൾ ഇസ്ലാം മതം വിട്ടെന്ന് വെച്ചോ, അപ്പോഴും ഇസ്ലാമോഫോബിയ ഉണ്ട്. കാരണം ഇസ്ലാമോഫോബിയ നിലനിൽക്കേണ്ടത് വേറെ ചില കാരണങ്ങളാൽ അവിടെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. അത് ഉദാഹരണത്തിന് ഇപ്പം ദളിത് വിരുദ്ധത നമ്മൾ പറയുമോ, ദളിതർ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ദളിത് വിരുദ്ധം ഉണ്ടെന്ന് നമ്മൾ പറയില്ല. സ്ത്രീ വിരുദ്ധത, സ്ത്രീകൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലോ, സ്ത്രീകൾ എത്തിയിട്ടാണല്ലോ സ്ത്രീ വിരുദ്ധത ഉണ്ടാകുന്നത്. ക്യൂർ ഫോബിയ, ക്യൂർ ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇവിടെ ക്യൂർ ഫോബിയ ഉണ്ടാവും? അല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ മുസ്ലിങ്ങൾക്ക് മാത്രം എന്താണ്, മുസ്ലിങ്ങൾ തെറ്റ് ചെയ്തിട്ടാണ് ഇസ്ലാം മതം? അപ്പോൾ അതിലൊരു പ്രശ്നമില്ലേ? ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അക്യുപങ്ചർ വിഷയം, അതിൽ ഇസ്ലാം മതമായിട്ട് ബന്ധമില്ല. കാരണം അക്യുപങ്ചർ എന്ന് പറയുന്നത് ഒരു ചൈനീസ് ആണെന്നോ അല്ലെന്നും വാദം ഉണ്ടെങ്കിലും എന്തായാലും അതൊരു റിലീജിയസ് പ്രാക്ടീസ് അല്ല, അതൊരു മെഡിക്കലോ അല്ലെങ്കിൽ കൾച്ചറൽ പ്രാക്ടീസാണ്. അത് അശാസ്ത്രീയമായ അസംബന്ധമാണ് മറ്റൊരു, അത് വേറെ വിഷയം. ഒരു വ്യക്തി മതത്തെ അബ്യൂസ് ചെയ്തുകൊണ്ട് ആ മതമാണെന്ന് പറഞ്ഞുകൊണ്ട് സാധനം ചെയ്യും, ഓക്കെ, അത് മതമാണ് ഘടകമെങ്കിൽ യുക്തിവാദത്തെ അബ്യൂസ് ചെയ്തുകൊണ്ട് യുക്തിവാദം ചെയ്താൽ യുക്തിവാദിയാവുക. ഈ അക്യുപങ്ചർ ചികിത്സ യുക്തിവാദിയല്ലേ? എൻ്റെ തന്നെ ഒരു കേരളത്തിലെ ഒരു പ്രമുഖ യുക്തിവാദി, അയാൾക്ക് 450 ഷുഗറുള്ള ആൾ ഒരു പ്രകൃതി ചികിത്സ ചെയ്ത് അയാൾ അത് തത്വത്തിൽ പട്ടിണി കിടന്ന് 250 ആക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, കണ്ട ഞാൻ ആ മരുന്ന് കഴിക്കാതെ എൻ്റെ ഷുഗർ ഇത്ര ആക്കി. ഇനി പോട്ടെ, ഹിന്ദുക്കളെ ചെയ്യുന്നില്ലേ? ആശയം വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? ആ ആശയം പറയുന്നത് എന്താണ്? ഇപ്പം യുക്തിവാദത്തിൻ്റെ ആശയം എന്താണ്, ഇസ്ലാമിൻ്റെ ആശയം എന്താണ്, ഹിന്ദുവിൻ്റെ ആശയം എന്താണ്? ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ വിലയിരുത്തിയിട്ട് പറയുന്നത്. അല്ലാതെ ഒരു ഹിന്ദുവായ വ്യക്തി എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണോ നിങ്ങൾ എന്ത് മതത്തെ വിലയിരുത്തുക? അങ്ങനെയാണെങ്കിൽ ഇവിടെ യുക്തിവാദം ഡേഞ്ചറസ് ആണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന ഇപ്പോൾ എന്നെ ബുള്ളി ചെയ്ത യുക്തിവാദമൊക്കെ ഒരു ഡേഞ്ചറസ് അല്ലേ? ഇപ്പോൾ ഈ പറയുന്ന സി രവിചന്ദ്രൻ ചെയ്യുന്ന എന്താണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരാൾ ഇസ്ലാമോഫോബിയ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ മുസ്ലിം വ്യക്തികളൊക്കെ പറയുന്ന എല്ലാ തെറ്റുകളും ആ യുക്തിവാദം അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നതൊക്കെ ഒരുതരം ബുള്ളിയിങ് ആണ്. അത് ഞാൻ വയ്ക്കുന്നില്ല, അതൊരു ശരിയായ രീതിയല്ല. ഓക്കെ, എല്ലാവരും തെറ്റ് ചെയ്യുന്നു, മുസ്ലിങ്ങളും തെറ്റ് ചെയ്യുന്നു, യാഥാസ്ഥിക അഭിപ്രായങ്ങൾ എല്ലാവരും പറയുന്നു, മുസ്ലിങ്ങളും പറയുന്നു. അതങ്ങനെ കണ്ടാൽ നോർമൽ തിങ്. മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യുന്നത് നോർമലാണ്, ഹിന്ദുക്കൾ തെറ്റ് ചെയ്യുന്ന ബാക്കി എല്ലാവരും തെറ്റ് ചെയ്യുന്നത് നോർമൽ ആവുന്നത് പോലെ അവരും തെറ്റ് ചെയ്യുന്നത് നോർമൽ തിങ് ആണ്. മതവിമർശനം എന്ന് പറയുന്നത് ഇപ്പം എക്സ് മുസ്ലിം മൂവ്മെന്റ് കേരളത്തിൽ ഭയങ്കര ഒരു ശക്തി പ്രാപിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഇസ്ലാമോഫോബിക് ആയിട്ട് പോകുന്നുണ്ടോ? അത് എന്ന് ചോദിച്ചാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ഞാൻ കാണുന്നത് ഇപ്പം എക്സ് മുസ്ലിം യൂണിറ്റി, എക്സ് ഹിന്ദു യൂണിറ്റി, എക്സ് ക്രിസ്ത്യൻ യൂണിറ്റി എന്നൊക്കെ പറയുമ്പം എക്സ് ഹിന്ദു യൂണിറ്റിക്ക് വലിയ പ്രശ്നമാണ്. ഒന്നാമത്തെ ഈ ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഈ പറഞ്ഞ ഏകാത്മ സാധനം. അപ്പോൾ അതുകൊണ്ട് എക്സ് ഹിന്ദു യൂണിറ്റി എന്ന് മാറിയിട്ടാലൂടെ ഒരു പ്രശ്നമല്ല. ഇപ്പോൾ എക്സ് മുസ്ലിം യൂണിറ്റി ഇപ്പോൾ അവരെ പറയുന്നത്, അപ്പോൾ ഞാൻ അവരുമായിട്ട്, അതായത് ഇപ്പോൾ എക്സ് മുസ്ലിം യൂണിറ്റിയുടെ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞാൽ തനതായിട്ട് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതായത് മറ്റുള്ളവർ മതം വിടുമ്പോൾ നേരിടാത്ത ചില പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ പ്രശ്നം അത് യാഥാർത്ഥ്യമാണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു വിവേചനം നേടുന്നു അല്ലെങ്കിൽ മതം വിടുമ്പോൾ നിങ്ങൾ മതം വിട്ട ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ എന്തായാലും ഒരു കൂളായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സാമൂഹിക ആവശ്യം നമ്മുടെ ഇല്ല. എൻ്റെ നാട്ടിൽ തന്നെ പൊട്ടു തൊടാത്ത പെൺകുട്ടികൾ, ഹിന്ദു പെൺകുട്ടികൾ പ്രശ്നം നേരിടുന്നുണ്ട്. ഒരു സ്ത്രീ അവർ ഹിന്ദു മതത്തിൽ ആചാരപ്രകാരം വിവാഹിതയായി, ഭർത്താവ് മരിച്ചു. പക്ഷേ അവർക്ക് ഒരു ഭയങ്കര സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള അവർക്ക് ജോലിക്ക് പോകണം. 2ാം ദിവസം അവർ കുളിച്ചൊരുങ്ങി വൃത്തിയായി കളർഫുൾ ഡ്രസ്സിട്ട് ജോലിക്ക് പോയി. എന്തെല്ലാം പ്രശ്നമാണ് അവർ നേരിട്ടത്. അപ്പോൾ ഇത് എല്ലാവരും നേടുന്നുണ്ട്, എല്ലാ സ്ത്രീകളും പ്രശ്നം നേടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് മതരഹിത കൂട്ടായ്മ ഉണ്ടായി വരണം. അതായത് ഇപ്പോൾ നോൺ റിലീജിയസ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കൂട്ടായ്മകൾ ഉണ്ടായി വരേണ്ടത്. പക്ഷേ ഹിന്ദുവിൽ വരുമ്പോഴത്തേക്കും മതം അല്ലാതെ വിടുന്നത്, മതം വിട്ട് അവിടെ വിഷയമൊന്നുമില്ല. നിങ്ങൾ ജാതി നിയമങ്ങൾ തെറ്റിക്കുമ്പോഴേ പ്രശ്നം വിടുന്നുള്ളൂ. എങ്ങനെയാണ് ആതിര എന്ന പെൺകുട്ടിയെ അച്ഛൻ കുത്തിക്കൊന്നത്, കെവിൻ എന്ന വ്യക്തിയെ കൊന്നത്? അപ്പോൾ അത് കിടന്ന് അതിനെല്ലാം ഘടകം മറ്റാണ്, മതമല്ലാതെ. മതം വിട്ടാൽ നിങ്ങൾ മതം വിശ്വസിച്ചാൽ വിശ്വസിച്ചില്ലെങ്കിൽ അത് ഇപ്പോൾ സി രവിചന്ദ്രൻ എന്ന വ്യക്തിയും സണ്ണിയും കവികാട് എന്ന് പറയുന്ന വ്യക്തി, അല്ലെ കെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തിയും പറയുന്നത് സമൂഹം ഒരേപോലെയല്ല എടുക്കുന്നത്. അപ്പോൾ അവിടെ അത് വേറെ ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എക്സ് മുസ്ലിം യൂണിറ്റിക്കാൾ ഒരു നമ്മളെല്ലാം ഈ മതം വിട്ട കുറച്ച് ആൾക്കാരുടെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാകും. നമുക്കെല്ലാം കോമൺ ആയിട്ട് കുറേ പ്രശ്നങ്ങൾ നേരിടും. അത് ഏറെയും കുറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ സോഷ്യൽ പൊസിഷൻ, ലൊക്കേഷൻ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് പല തളറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം നോൺ റിലീജിയസ് സിറ്റിസൺസ് ഉണ്ടാക്കണം. പിന്നെ എക്സ് മുസ്ലിം ഒരു ഇസ്ലാമോഫോബിക് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ പലർക്കും മതവിമർശനം എന്താണ്, ഇസ്ലാമോഫോബിക് എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. അതിലിപ്പോൾ അതിൽ ഞാൻ എക്സാമ്പിൾ എടുത്ത് വയ്ക്കുന്നത് നമ്മുടെ ജബ്ബാർ മാഷിനെയാണ്.
കാരണം അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും ഇസ്ലാമോഫോബിക് ആയിരുന്നു. പ്രഭാഷണങ്ങൾ മാത്രമല്ല, പുള്ളിയുടെ പല എഴുത്തുകളും ഇസ്ലാമോഫോബിക്കാണ്. അത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി അന്നത് അഡ്രസ്സ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് അത് മനസ്സിൽ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളി ഇപ്പോൾ അതുകൊണ്ട് ഇസ്ലാമോഫോബിക് ആകാതെ എങ്ങനെ ഇസ്ലാം മതം വിമർശനം നടത്താമെന്ന് പുള്ളി ഇപ്പോൾ അത് ഏകദേശം ചെയ്യുന്നത്. അത് പലരും ചെയ്യുന്നുണ്ട്. പുള്ളി മാത്രമല്ല, പുള്ളി അത് അഡ്രസ്സ് ചെയ്ത ഒരാളാണ്. പക്ഷേ ചിലരുടെയും പലരുടെയും ഞാൻ പേര് മൊത്തം ആരെയും വ്യക്തിപരമായിട്ടൊന്നും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പലരുടെയും പക്ഷേ അതൊക്കെ റണ്ണിങ് പ്രൊപ്പഗാൻഡ മെഷീൻസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്താൽ കുറച്ച് ഗുണങ്ങളുണ്ട്. ആ ഗുണത്തിന് വേണ്ടിയിട്ട് അവരതിന് ചെയ്യുന്നുണ്ട്. അത് ഇസ്ലാമോഫോബിക് ആക്കാൻ കൂട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. യുക്തിവാദികൾ മുസ്ലിങ്ങൾക്ക് സോളിഡാരിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം? നമ്മുടെ ഞാൻ കൊടുക്കുന്ന സോളിഡാരിറ്റി എന്ന് പറയുന്നത് എൻ്റെ സോളിഡാരിറ്റി അൺകണ്ടീഷണലാണ്. അതായത് മുസ്ലിങ്ങൾ നന്നായാൽ, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്താൽ മാത്രമേ ഞാൻ സോളിഡാരിറ്റി കൊടുക്കൂ എന്നൊരു അഭിപ്രായം എനിക്കില്ല. എൻ്റെ സോളിഡാരിറ്റി അൺകണ്ടീഷണലാണ്. പക്ഷേ എന്ത് അൺകണ്ടീഷണൽ സോളിഡാരിറ്റി ഞാൻ കൊടുക്കുന്നത്, എന്തിനാണ് ഞാൻ സോളിഡാരിറ്റി കൊടുക്കുന്നത്? അവർ എക്സ്ക്ലൂഡഡ് ആണ്. അതായത് അവരിപ്പം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അവർ എക്സ്റ്റേണൽ അതറായിട്ട് അറിയപ്പെടുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഇപ്പം ദളിതർ അവരുടെ അവകാശത്തിന് വേണ്ടി പറയുന്നുണ്ട്? നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദളിത് തീവ്രവാദം എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ദളിത് മതരാഷ്ട്രവാദം എന്ന് കേട്ടിട്ടുണ്ടോ? ദളിത് സ്വത്വവാദം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അവർ കേവല സ്വത്വവാദികളാണ്. കാരണം എന്താണ്? അവർ ഇന്ത്യണൽ ആധാറാണ്. നിലവിൽ അവർ കുറച്ച് കഴിയുമ്പോൾ എക്സ്റ്റേണൽ ആധാർ ആയിക്കോളും. പക്ഷേ എങ്കിലും ഈ നിലവിൽ അവർ ഇന്ത്യണൽ ആധാർ. നമ്മൾ അൾട്ടിമേറ്റ്ലി അവരെ ഹിന്ദുക്കളാണല്ലോ എന്നൊരു ചിന്തയിലാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് അവർ സ്വത്വവാദം പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ മുസ്ലിങ്ങൾ സ്വത്വവാദം പറയുമ്പോൾ അതിലൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അതിന് മതരാഷ്ട്രവാദമായിട്ടും രാജ്യദ്രോഹമായിട്ടും ഇതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ സോളിഡാരിറ്റി കൊടുക്കുന്നത് എന്തിനാണ്? അവരുടെ അങ്ങനെ മാറ്റി നിർത്തലിനെതിരെയാണ് നമ്മൾ സോളിഡാരിറ്റി. അതിന് മുസ്ലിങ്ങൾ നന്നായാൽ, അല്ലെങ്കിൽ മുസ്ലിം എന്തെങ്കിലും ചെയ്താലേ ഞാൻ കൊടുക്കുമെന്നില്ല. അതൊരു നമ്മുടെ ഒരു ക്ലാസിസ്റ്റ് വാദമാണ്. അങ്ങനെ അതായത് നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? അല്ലാതെ മുസ്ലിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, മുസ്ലിങ്ങളെ പാവങ്ങളാണ്, അങ്ങനെ പറയുന്നത് പോലും ഒരു ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. ഒരു നല്ല മുസ്ലിം ഒന്നുമില്ല. അതും പറയുന്നത് നമ്മൾ ബൈനറി, ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറയുന്നത് മറ്റൊരു ബൈനറിയാണ്. അതുപോലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും ഒരു ഇൻവിസിബിൾ ഹാൻഡ് അതിലുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയാണ്. അങ്ങനെ നിരവധി ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സോളിഡാരിറ്റി എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ പീഡിത സമൂഹം അവർ തന്നെയാണ്. കാരണം അവരെന്ത് പറയുന്നാലും അല്ലേ, ഇപ്പോൾ ദളിതർക്ക് ഒരു ദളിത് സംഘടന ഉണ്ടാക്കി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ സംഘടനാപ്രവർത്തനം നടത്താൻ അവകാശമുള്ള നാട്ടിൽ അതേ അവകാശം ആർക്കും യുക്തിവാദികൾക്കുള്ളതുപോലെ മുസ്ലിങ്ങൾക്കും ഉണ്ടല്ലോ. പിന്നെ അതിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ചിത്രം എടുത്ത് കാണിച്ചിട്ട് ഇത് ഇയാൾ മറ്റേ ചിത്രമാണ്, ശരിയാണ്, അയാൾ ചിലപ്പോൾ ഈ പറഞ്ഞ റിഗ്രസീവ് ഐഡിയോളജി കൊണ്ട് നടക്കുന്ന ആളായിരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അതൊരു നിലവിൽ ഇവിടെ ആരാ നോക്കേണ്ട? ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, കോടതിയുണ്ട്, പോലീസ്, അത് ചെയ്തോട്ടെ. ഇതൊക്കെ നടക്കുമെന്ന് ഉള്ള മുഖത്തോടു കൂടിയാണല്ലോ അവർ പ്ലക്കാളി പടവും പിടിച്ച് അവിടെ സമരം ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് നടപടി എടുക്കട്ടെ. സ്റ്റേറ്റ് സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇന്ത്യ അങ്ങനെ വലിയ ഒരു അരാജക സമൂഹമായിട്ട് മാറിയിട്ടല്ലോ. ഇപ്പോഴും ഒരു നിയമവ്യവസ്ഥയൊക്കെ ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തോട്ട് തന്നെ. നമ്മൾ ഈ സോളിഡാരിറ്റി എന്തിനാണ് കൊടുക്കുന്നത്? അവർ പീഡ സമൂഹമാണ്, തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് സോളിഡാരിറ്റി കൊടുക്കണം തന്നെ വേണം. അത് മുസ്ലിം എന്തെങ്കിലും പ്രവർത്തിക്കല്ല നമ്മൾ കൊടുക്കുന്നത്. അവർ നേരിടുന്ന വിവേചനത്തിനും അവർ നേരിടുന്ന എക്സ്ക്ലൂഷനും വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഒരു അതറൈസേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ, അതിനാണ് നമ്മൾ സോളിഡാരിറ്റി. അതിന് മുസ്ലിങ്ങളുടെ പ്രവൃത്തി ഒരു ബാധകമാക്കേണ്ട കാര്യമില്ല. അതിൽ ചിലവർ പറഞ്ഞത് ഇപ്പോൾ ചില മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുഴപ്പമില്ല, പക്ഷെ ചിലത് ഭയങ്കര എക്സ്ട്രീമാണ്. അവിടെ നമ്മൾ മാറി നിൽക്കണം, അവിടെ നമ്മൾ ഈ മതരാഷ്ട്രവാദം പറഞ്ഞല്ലോ, ചില പാർട്ടികൾ വളരെ പ്രഖ്യാപിച്ചിട്ട് തന്നെ ഉണ്ട് മതരാഷ്ട്രവാദം. അപ്പം ഈ സോളിഡാരിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ ഇവരെയൊക്കെ മാറ്റി നിർത്തിയേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളൊരു വാദമുണ്ട്. അതിനോട് എന്താണ്? അതായത് ഇത് ഇപ്പം റൈറ്റ് വിങ് ഐഡിയോളജിക്കാരുടെ ഒരു ഇസ്ലാമോഫോബിയ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ മൊത്തം ഏത് മുസ്ലിമിനെയും അവർ തീവ്രവാദിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അതായത് ഈ മുസ്ലിം എന്ന് വെച്ചാൽ പേര് മതി. ഇപ്പം ചിലപ്പം അബ്ദുൽ കലാം എന്ന് പറയുന്ന പേര് കണ്ടാൽ അബ്ദുൽ കലാം ചിലപ്പം കട്ട എത്തിസ്റ്റ് ആയിരിക്കും. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കുകളിൽ ഞാൻ നിങ്ങൾ നോക്കിയേക്കാം, പഴയൊരു പോസ്റ്റർ നോക്കിയാണ്, ഒരു SN ഗ്ലോബിലെ പുറത്താൻ വന്നവനെ സുഡാപ്പി എന്ന് വിളിച്ചു. ആ വാക്ക് തന്നെ ഇസ്ലാമോഫോബിക്കാണ്, പോട്ടെ. അതായത് പക്ഷെ അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ഫോളോവറായിരുന്നു, എത്തിസ്റ്റായിരുന്നു. ആ ഒരു എത്തിസ്റ്റ് ആളാണ് ഇങ്ങനെ വന്നിട്ട് പോയിട്ട് ഇങ്ങനെ പേര് വിളിച്ചത്. അപ്പം അതുകൊണ്ട് അത് റൈറ്റ് വിങ്ങിൻ്റെ ഒരു പ്രത്യേകത തന്നെ, ഏത് മുസ്ലിമിനെയും ഒരു നാമധാരിയും തീവ്രവാദിയായിട്ട് കണക്കാക്കാം. പക്ഷേ ഈ ലെഫ്റ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ലെഫ്റ്റ് സർക്കിൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരെയും അങ്ങനെ മുസ്ലിമായിട്ട് തീവ്രവാദിയായിട്ട് അവർ കണക്കാക്കില്ല. പക്ഷെ അവർ ചില സംഘടനകളെ കണക്കാക്കി വയ്ക്കും. ഓക്കെ, കണക്കാക്കിയിട്ട് എന്ത് തോന്നുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത ചില മുസ്ലിങ്ങളെല്ലാം ആ സംഘടനയാണെന്ന് പറയും. അതായത് ഏത് സമരം നടന്നാലും, ലോകത്ത് എന്ത് നടന്നാലും അത് അവർ ആ സംഘടനക്കാരാണ് പിന്നിലെന്ന് പറയുക. ഈ സമരം നടന്നാൽ ഇപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ ഇത് പറയും. അതായത് ഇപ്പം നമ്മുടെ ഹണി റോസിൻ്റെ വിഷയം, ഹണി റോസ് എന്തായാലും മുസ്ലിമല്ല, ഹണി റോസിൻ്റെ അബ്യൂസർ മുസ്ലിമല്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു മുസ്ലിം മെറ്റഫർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ അതിനെ വിശദീകരിക്കുന്നത്. അത് അവിടെ നടന്ന ആ സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ എന്ത് തന്നെയാലും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി, അത് നമ്മൾ ഒരു മുസ്ലിം എപ്പോഴും ആണ്. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, എന്ത് ആൻറ്റി സോഷ്യൽ ഇത് പറഞ്ഞാൽ ഒരു മുസ്ലിം മെറ്റഫർ അല്ലെങ്കിൽ ഇസ്ലാം മെറ്റഫർ വെച്ച് അതിനെ കളി. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള ഇസ്ലാം. അപ്പോൾ ഈ ലെഫ്റ്റ് സർക്കിളിലെ ഇസ്ലാമോഫോബിയുടെ പ്രത്യേകത അവർ ചില സംഘടനകളങ്ങ് മാറ്റി നിർത്തിയിട്ട് ഈ ആൾക്കാരെല്ലാം അതിലോട്ടങ്ങാക്കുക. പക്ഷേ ഈ ലെഫ്റ്റിന് വേറെ പ്രശ്നമുണ്ട്. കേരളത്തിൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയുടെ ഇടയും കൂടെയുണ്ട്. കാര്യം ഈ മുസ്ലിം അപ്പീസ്മെൻ്റ് എന്ന് പറഞ്ഞ് ഈ റൈറ്റ് വിങ്ങർ പ്രചരിപ്പിക്കുന്നുണ്ട്, അതിവിടെ ഉപയോഗിക്കുന്നുണ്ട്, അത് വേറെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കും.
അവിടെ അവർ കൺസൾട്ടേഷൻ അത് ഉപയോഗിക്കും. അപ്പോൾ ഈ കേരളത്തിൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇസ്ലാം ഫോബിയ ഉൽപ്പാദിപ്പിക്കുക തന്നെ അവർ അതേ സമയം അതിൻ്റെ ഇരയും കൂടെയാണ്. അതാണ് എൻ്റെ ആ ഇസ്ലാം ഫോബിയുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് നമ്മൾ സോളിഡാരിറ്റി കൊടുക്കുന്ന സംഘടനയ്ക്കോ വ്യക്തിക്കോ ആശയത്തിനോ അല്ല, അവർ നേടുന്ന എക്സ്ക്ലൂഷനാണ് സോളിഡാരിറ്റി. അതിന് ഇന്ന സംഘടന എന്ന് പറയേണ്ട കാര്യമില്ല, അത് സോളിഡാരിറ്റി യുദ്ധം, അത് അവരുടെ എക്സ്ക്ലൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഏത് സംഘടന ആയാലും അവർ ആണല്ലോ, അപ്പോൾ പിന്നെ അത് കാര്യമില്ല. ബാക്കി ഇപ്പോൾ സംഘടനയുടെ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ചിലർ തിയോളജിക്കലായിട്ടാണ് ഇസ്ലാമിനെ കാണുന്നത്. അതായത് ദൈവം, ആരാധന, പുസ്തകം, കുറച്ച് ഇത് ആചാര ക്രമങ്ങൾ, ഇതൊക്കെ ഉള്ളൂ ഇസ്ലാം. ബാക്കി പൊളിറ്റിക്സിൽ അവിടെ എന്ത് നടക്കുന്നു, അവിടെ അതുണ്ട്, റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതൊന്നും ഇപ്പോൾ സമുദായ സെൻസസ് നടത്തണോ വേണ്ട, ഇതൊന്നും അവരുടെ ചർച്ചയിലില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം ചില സംഘടന, ഉദാഹരണം പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാം ഒരു സമഗ്ര ദർശനമായിട്ടാണ് വയ്ക്കുന്നത്. അത് കംപ്ലീറ്റ് അടി മുതൽ മുടി വരെ. അപ്പോൾ അതിൽ ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ എല്ലാം ഇസ്ലാം വേണമെന്നുള്ളതാണ് അവരുടെ വാദം. അതിപ്പോൾ നമ്മൾ സംഘടന പറഞ്ഞാൽ അവരെന്നെ പുറത്ത് വരാൻ ഒളിച്ചു വയ്ക്കുന്ന കാര്യമൊന്നുമില്ല, അത് അവരുടെ പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ വാദമാണ്. നമുക്ക് അവരെ അങ്ങനെ ഐഡിയോളജിക്ക് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വെക്കുന്ന ആശയം എന്താണ്? അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയും, ഇത് ഇതിൻ്റെ തന്നെ സാധനങ്ങൾ പറയും. അപ്പോൾ നമ്മളെന്ത് പറയും, ഇന്ന സാധനമൊക്കെ വന്നാൽ ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഇത് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റൂല, ഇന്ന കുഴപ്പമില്ല, നമുക്കങ്ങനെ പറയാമല്ലോ. നമ്മൾ ഐഡിയോളജിക്കൽ അതാണ് ഐഡിയോളജിക്കൽ ഫൈറ്റ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കൽ മൂവ്മെൻറ്റ് അതാണ്. അതിന് നമ്മൾ അത് സോളിഡാരിറ്റി കൊടുക്കുന്ന നമ്മൾ സോളിഡാരിറ്റി കൊടുക്കുന്ന ഈ ആശയത്തിനോ ഏതൊന്നോ അല്ല. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഈ അടുത്തിടെ കുറച്ച് നാൾ മുമ്പ് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഫുട്ബോളർ വന്നിട്ട് എന്തോ വംശീയമായിട്ട് പ്രശ്നം നടന്നു. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് വന്നിട്ട് ഇത് മലപ്പുറം നന്മയ്ക്കെതിരാണ്, അതുകൊണ്ട് മലപ്പുറക്കാരെല്ലാം ഇറങ്ങിയാണ് കുറ്റം. അതെന്തിനാണ് പറയുന്നത്? ഞാനൊരു യുക്തിവാദിയാണ്, അല്ലെങ്കിൽ താങ്കൾ യുക്തിവാദിയാണ്. അപ്പം നിങ്ങൾ വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും വംശീയമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ യുക്തിവാദി നിന്ന് മാപ്പ് പറയുന്നത് ഈ കളമശ്ശേരി ഭീകരാക്രമണം അതിലൊരു ആരൊക്കെ പ്രാർത്ഥിച്ചത്രേ മുസ്ലിം ജാഗ്രതയാണ്. മുസ്ലിം ആണെങ്കിൽ എന്താ പ്രശ്നം? അതും ഇസ്ലാമും അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി തന്നെ ബന്ധം. ഒരാൾ ചെയ്തു അയാളെ പിടിച്ച് ഇവിടെ നിയമവ്യവസ്ഥയിൽ ശിക്ഷയില്ലേ കൊടുക്കണം, ആരെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം അങ്ങനെ അതുകൊണ്ട് സോളിഡാരിറ്റി ഈസ് ദ ഇഷ്യൂ അല്ല, അവർ നേരിടുന്ന ആ എക്സ്ക്ലൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ഐഡിയോളജി ആയിട്ടോ ഇസ്ലാമുമായിട്ടോ സംഘടനയായിട്ടോ യാതൊരു ബന്ധവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തിയോളജിക്കൽ മുസ്ലിംസ് അങ്ങനെയൊക്കെയുള്ള, പക്ഷേ ഇവിടെ വരുന്ന ചോദ്യം എപ്പോഴും കേൾക്കുന്ന ഒരു നറേറ്റീവാണ്, കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ത്രെട്ടാണ്, ആക്ച്വലി ഒരു ത്രെട്ടാണ്. ഇന്നത്തെ അവസ്ഥയിൽ അത് ത്രെട്ടൊന്നുമില്ല, അത് ത്രെട്ടാണ്. ഇപ്പോൾ ഇവർ തന്നെയല്ലേ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്, അതവിടെ ഇരിക്കട്ടെ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്സ് ഒക്കെ വേറെ ഉണ്ട്, രണ്ട് സ്ഥലമാണ് പോട്ടെ. അപ്പോൾ ഈ ഇവരാണല്ലോ ജമാഅത്തെ ഇസ്ലാമിന്, ഇപ്പോൾ ജമാഅത്തെ മുസ്ലിങ്ങൾ എത്ര ശതമാനത്തിന് അത് സപ്പോർട്ട് അവർ തന്നെ പറയുന്നുണ്ട്, സപ്പോർട്ടേഴ്സ് അല്ലെന്ന്. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഒന്ന് അങ്ങനെ ഒരു തട്ടില്ലല്ലോ. ഇപ്പോൾ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൈറ്റ് വിങ് മിലിറ്റന്റ് ഹിന്ദുത്വ ഐഡിയോളജിയാണ്. അപ്പോൾ അതാണ് ഇന്ത്യയിലെ ഇമ്മീഡിയറ്റ് ത്രെട്ട്, മറ്റൊരു ത്രെട്ടൊന്നുമല്ല. അപ്പോൾ അവരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ, അങ്ങനെ ഐഡിയോളജിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇസ്ലാം ഒരു വലിയ തങ്കക്കൂടെ നല്ല നമുക്ക് യുക്തിവാദികൾക്ക് പറ്റിയ ഏറ്റവും നല്ല മതമാണെന്ന് വെച്ചാൽ ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് ഐഡിയോളജിക്കലി ഫൈറ്റോടെ നടക്കും, അതിൻ്റെ പുറത്ത് കിടക്കും. പക്ഷേ അത് ഇമ്മീഡിയറ്റ് തൊട്ട് റൈറ്റ് വിങ് ഹിന്ദുത്വ ഐഡിയോളജി അത് അതിൻ്റെ രീതിക്ക് പോകണം. എപ്പോഴും പറഞ്ഞ സംഭവമാണ് ഈ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ സാമൂഹികപരമായിട്ട് പിറകിലാണ് എന്നത് അംഗീകരിക്കാത്ത ഒരു പ്രതിഭാസമുണ്ട്. ലൈക്ക് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ വളരെ പ്രബലരാണ്, പ്രിവിലേജ്ഡ് ആണ്. പക്ഷെ പല പഠനങ്ങളും കാണിക്കുമ്പോൾ അങ്ങനല്ല, അവർ റെപ്രസെന്റഡ് അല്ല, അവരുടെ എഡ്യൂക്കേഷൻ സംഭവങ്ങളൊക്കെ ആണ്. അപ്പം വാട്ട് ഡു യു തിങ്ക്, എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ ഡേറ്റ കാണുമ്പോഴും ഇതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ ഞാൻ കുറെ സ്ഥലങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊക്കെ വളരെ ഒരു ബാക്ക്ലാഷ് ആണ് കിട്ടുന്നത്. ഇവിടെ അത് അങ്ങനെയല്ല നമ്മൾ കാണാൻ. വേറൊരു പോയിന്റ് ഉണ്ട്, അതായത് പെർഫെക്റ്റ് വിക്ടിം എന്നുള്ള സാധനമാണ്. പെർഫെക്റ്റ് വിക്ടിം ഇപ്പം ഗുജറാത്ത് വംശഹത്യ, ഇപ്പം ചിലർ ഗുജറാത്ത് പോട്ടെ, ഗുജറാത്ത് വംശഹത്യ, അപ്പം അതിൽ മുസ്ലിം എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം പെർഫെക്റ്റ് വിക്ടിംസാണ്. അതുപോലെ ഇപ്പം കട്വ സംഭവം അറിയാമല്ലോ, കട്വ സംഭവം അതിലെ വിക്ടിം ഒരു പെർഫെക്റ്റ് വിക്ടിമാണ്. അങ്ങ് ബിൽക്കീസ് ബാനു പെർഫെക്റ്റ് വിക്ടിമാണ്. പിന്നെ ഒരു കോൺഗ്രസ് എം പി ഉണ്ടായിരുന്ന ഇഫ്രാത്ത് ജഹ്റ അല്ലേ, ആ പുള്ളിക്കാരൻ ഓക്കെ മനസ്സിലായല്ലോ. പുള്ളിക്കാരനും ഒരു എന്തുകൊണ്ടാണ് അവർ പെർഫെക്റ്റ് വിക്ടിമാകുന്നത്? കാരണം അവർ തിരിച്ച് റിവോൾട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റി മൊത്തം ഭാഷ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു വംശഹത്യയാണ് അത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ, പക്ഷേ കേരളത്തിലെ മുസ്ലിംസ് ഒരു പെർഫെക്റ്റ് വിക്ടിംസ് അല്ല. അവർ റിവോൾട്ട് ചെയ്യും, അവർ തിരിച്ചടിക്കും. അത് നിങ്ങൾ അപ്പം നിങ്ങൾ മറ്റേ ജോസഫ് മാഷിൻ്റെ കൈവിട്ടിയ കഥകൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരും. അത് അങ്ങനെ ഒരെണ്ണം മാത്രമേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരോട് എന്തെല്ലാം ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഏത് വിഷയം എടുത്തുകൊണ്ടിരുന്നാലും ഒരു ജോസഫ് മാഷ് തീർച്ചയായിട്ടും ജോസഫ് മാഷിൻ്റെ കൈവിട്ട് പറഞ്ഞ വയലൻസ് ആണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് നിയമവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യണം. അത് നമ്മളത് നിരന്തരം ചോദ്യം ചെയ്യേണ്ടി. പക്ഷേ നമ്മൾ അത് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സിറാജുൽ നിസ എന്ന് പറയുന്ന സ്കൂൾക്കുട്ടിയെ ബോംബറിഞ്ഞ് വന്നിട്ട് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. പോട്ടെ, ചിരതക്കുട്ടി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചിരതക്കുട്ടി അവർ കേരളത്തിൽ ജനിച്ച് ജീവിച്ച വ്യക്തി. അവർ മതം മാറി ആമിനക്കുട്ടിയായി. ജഡ്ജി അവിടെ ഇരുന്നപ്പോൾ കോടതിയിൽ വെച്ച് കൈക്കുഞ്ഞുമ നിന്ന സമയത്താണ് അവർ വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. ഇവിടെ ആർക്കെങ്കിലും അറിയാമോ? ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പേരെ പലർക്കും പറഞ്ഞോളൂ, ആമിനക്കുട്ടി. അങ്ങനെ ഒരു കുട്ടി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ?
അപ്പോൾ നമ്മൾ പക്ഷേ കേരളത്തിലെ മുസ്ലിംസ് ഈ പെർഫെക്റ്റ് വിക്ടിം അല്ലാത്തതുകൊണ്ട് നമുക്ക് കേരളത്തിൽ എന്തോ ഭയങ്കര പ്രശ്നക്കാരാണ്, നമ്മളെപ്പോഴും നമ്മുടെ സോൾഡാറ്റി എല്ലാം ഈ വിക്ടിമായിട്ട് നിൽക്കണം. അവർ പെർഫെക്റ്റ് വിക്ടിമാണ്. അവർ തിരിച്ച് പറയാൻ അവർ, അതായത് മുസ്ലിങ്ങൾ ഇപ്പോൾ ദളിതർ സംഘടന ഉണ്ടാക്കി പ്രതികരിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ മുസ്ലിങ്ങൾ അവരുടെ സംഘടന ഉണ്ടാക്കി അവർ പ്രതികരിച്ചാൽ നമുക്കത് മതരാഷ്ട്രവാദം തീവ്രവാദമാണ്. പക്ഷേ പ്രതികരിക്കാതെ എല്ലാം കൊണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കഥ എഴുതും, കവിത എഴുതും, സാംസ്കാരിക പഠനം നടത്തും, സിനിമ ഇറക്കും, എല്ലാം ചെയ്യും. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രശ്നം നേടുന്നില്ലേ? ഡാറ്റയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഡാറ്റയുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളെ അണ്ടർ റെപ്രസെൻറ്റേഷനെ കുറിച്ച് ഒരുപാട് ഡാറ്റ ഉണ്ട്. നമ്മൾ ആ ഡാറ്റ അംഗീകരിക്കുന്നില്ല. പക്ഷേ അവരത് പറയുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. വി വാണ്ട് പവർ, നമുക്ക് റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് സംഘടന ഉണ്ടാക്കി പറയുന്നതാണ് നമ്മുടെ പ്രശ്നം. അതിനെ മറയ്ക്കാനാണ് അവരുടെ ആശയം ശരിയല്ല. ഇസ്ലാമിൻ്റെ ആശയം ശരിയാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വേറെ വിഷയമാണ്. ഇസ്ലാമിൻ്റെ ആശയം ശരിയോ തെറ്റോ എന്നുള്ള മറ്റൊരു വിഷയം. ഇവരുടെ റെപ്രസെൻറ്റേഷൻ ഇല്ല, അത് അവർ പറയാനുള്ള അവകാശമുണ്ട്. ആ സംഘടന ഉണ്ടാക്കി വളരെ ഒരു തെറ്റില്ല. അപ്പോൾ അതൊരു ഇതാണ് ഈ പെർഫെക്റ്റ് വിക്ടിം അല്ലാത്തത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഏറ്റവും കുറവുള്ളത് മുസ്ലിം സംഘടന ഉള്ളിടത്താണ്. അതും നമ്മുടെ മതേതരത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം അവർക്ക് വേണ്ടി നീതി കൊടുത്തിട്ടുണ്ട്? എത്ര വിഷയം എടുത്തു നോക്കും. ഇന്ത്യ എന്ന ദേശരാഷ്ട്രം ഉണ്ടായി സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും മുസ്ലിങ്ങൾ നേരിട്ട ഒരു പ്രശ്നത്തിനും ഇവിടുത്തെ പൊതു മതേതര സമൂഹം നീതി വാങ്ങി കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെങ്കിലും അവരൊരു സംഘടന ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിൽ തൊട്ട് അവർക്ക് ആക്രമണം കുറഞ്ഞിരിക്കുന്നു. അത് ഇവിടെ ഇതുണ്ടോണ്ട്. അപ്പോൾ കാരണം ബിക്കോസ് ഇൻ കേരള മുസ്ലിംസ് ആർ നോട്ട് പെർഫെക്റ്റ് വിക്ടിംസ്. ഡബിൾ ഇൻവെർട്ടർ കമ്മിക്കത്ത് വായിക്കും. അതാണ് പെർഫെക്റ്റ് വിക്ടിം അല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം അപ്പോൾ ഈ ഇവർ ഡേറ്റ അംഗീകരിക്കുന്നില്ല, ഈ മുസ്ലിംസ് അണ്ടർ റെപ്രസെൻറ്റഡ് ആണ് എന്നുള്ള സംഭവം ഇവർ ഡേറ്റ അംഗീകരിക്കുക. ചിലത് അംഗീകരിക്കും, ഇവർ അണ്ടർ റെപ്രസെൻറ്റഡ് ആണ്, ഇവരിങ്ങനെ സോഷ്യലി ബാക്ക്വേർഡ് ആണ്. പക്ഷേ ഞാൻ ഒപ്രസ്ഡ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവർ മുസ്ലിംസ് ആർ ഒപ്രസ്ഡ് എന്ന് പറയുമ്പോൾ, അപ്പം അവർ പറയും അങ്ങനെയാണെങ്കിൽ ആരാണ് ഒപ്രസർ? ഇവർ സെൽഫ് ഒപ്രസ്ഡ് ആണ്, ഇവരുടെ സമുദായം തന്നെ സ്വയം ഒപ്രസ് ചെയ്തതാണ്, അല്ലാതെ ഇവരെ വെളിയിൽ നിന്ന് ആരും ഒപ്രസ് ചെയ്തല്ല എന്നൊരു നറേഷൻ ഉണ്ട്. അപ്പോൾ അതിനോട് എന്താണ് പറയുക? കാറ്റഗറിക്കലി അങ്ങനെ സെൽഫ് ഒപ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അവർ ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സെൽഫ് ഒപ്രഷൻ ആണെങ്കിൽ ഈ സെൽഫ് ഒപ്രഷൻ അല്ല, നമുക്ക് അധികാരം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാമല്ലോ. ഈ സെൽഫ് ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചാലും ഈ അതിനെതിരെ നിൽക്കുന്ന ഓരോ കമ്മ്യൂണിറ്റിയോട് ഓരോ നിറുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കൊടുക്കാനാണെങ്കിൽ ചിലരൊന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ഈ വിട്ടുകൊടുക്കുക. അത് ഈ വിട്ടുകൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഈ മേൽത്തട്ടിൽ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവർ പല റീസൺസും പറയാം. അത് നിങ്ങൾ അങ്ങനെയാകുന്നുണ്ട്, ഇങ്ങനെയാകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്രയോ ദളിതർ, എത്രയോ ബഹുജൻസ്, അത് ബഹുജൻസാണ് കൂടുതൽ. അതായത് മുൻജന്മത്തിൽ ചെയ്ത പാവം കൊണ്ടാണ് ഞാനത് അനുഭവിക്കുന്നത് പറഞ്ഞാൽ എത്ര ആൾക്കാർ നമുക്ക് കാണാം. അപ്പോൾ അവർ സെൽഫ് ഒപ്രസ്ഡാണ്. ഇത് നിങ്ങളെ വാദം വെച്ചാണ് ഈ പറയുന്ന സോക്കോൾഡ് വാദം വെച്ചാൽ അവർ സെൽഫ് ഒപ്രസ്ഡാണ്. അവർ പറയുന്നുണ്ടല്ലോ, എത്ര ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത കാമമാണ്, അതുകൊണ്ട് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ് അവർക്ക് ആ ജോലി വേണ്ട, അധികാരം വേണ്ട. ചിലർക്കാണെങ്കിൽ പിന്നെ പ്യൂണ്ട ജോലി കിട്ടിയാൽ അവർ അധികം ജോലിയായെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, എൻ്റെ റിസർവേഷൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് സെൽഫ് ഒപ്രഷൻ ഈ വാദം അംഗീകരിച്ചാൽ പോലും അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ ഭരണഘടനാപരത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ബേസിക്കലി എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പറയണമെന്ന് ആഗ്രഹമുള്ള അഡ്രസ് ചെയ്യേണ്ട എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കാം. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആണോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഏത് ഗ്രൂപ്പുകാരും കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവണം. പിന്നെ ഞാൻ ഈ മെയിനായിട്ട് ഇപ്പം നമ്മളെ യുക്തിവാദ സംഘടന എന്നുള്ള റെപ്രസെൻറ്റേഷൻ കുറച്ചുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യണം. അതായത് ഈ സവർണർ, അതായത് ഈ ലീഡർഷിപ്പ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന സവർണറൊക്കെ മാറിയിട്ട് അല്ലാത്ത ആൾക്കാരൊക്കെ വരണം. ഈ കേരളത്തിൽ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് റിസർവേഷനെ കുറിച്ച് സംസാരിക്കാൻ എന്താ ഈ ദളിത് യുക്തിവാദികളില്ലേ, ബഹുജന യുക്തിവാദികളില്ലേ, ഈവൻ ആദിവാസി യുക്തികളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എസൻസ് ഗ്ലോബലിൽ ഇതുള്ള ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പറയുന്ന ടോക്കണിസം. അവർ അൾട്ടിമേറ്റ്ലി പറയുന്നത് എന്താണ്? അവർ പറയുന്ന റൈറ്റ് വിങ്ങാണ്. അപ്പോൾ അത് ടോക്കൺ റെപ്രസെൻറ്റേഷനാണ്. പക്ഷേ നമുക്ക് ടോക്കൺ റെപ്രസെൻറ്റേഷൻ പോരാ എന്നുള്ളതാണ് നമ്മൾ പവർ പൊസിഷനിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് പൊസിഷനിൽ വരണം. അതായത് ഒരു ഏകദിന പരിപാടി വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തന്നെ വയ്ക്കണം എന്നുള്ളതാണ് എനിക്ക്. അത് ഈ വെളിയിൽ നാളെ കൊണ്ടുവരേണ്ട. നമ്മളിൽ തന്നെ പറയാമല്ലോ, എന്താ നമ്മളിൽ സംസ്ഥാനം പഠിച്ച വ്യക്തികളൊന്നും കൂടെ ഇല്ല, ഉണ്ടല്ലോ. ആ വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് നടത്തുക ചെയ്യാൻ നമ്മളെ കാര്യം നമുക്ക് പറയും. ഇപ്പം ദളിതർക്ക് നമ്മൾ പോയി ക്ലാസ് എടുക്കേണ്ട കാര്യമല്ലോ. ഞാനൊരു ദളിതനല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ട് നിങ്ങൾ ദളിതരെ പിടിച്ചിരുത്തിയിട്ടാ നിങ്ങളുടെ പ്രശ്നം ഇതൊക്കെയാണ്, നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് പാട്രണൈസിങ് ആണ്, ഒരു വയലൻസ് ആണ്. അപ്പം നമ്മളെ യുക്തിവാദ പ്രകടനം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദളിത് യുക്തിവാദികളുണ്ട്. അപ്പം ആ കാര്യം പറയും. ഇനി സംസ്കൃതം പഠിച്ചിട്ടുള്ള യുക്തിവാദികളുണ്ട്, അവർക്കൊന്ന് പറയാമല്ലോ. നമ്മൾ വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്നിരുന്ന ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. അവർ മോശക്കാരെന്ന് ഞാൻ പറയുന്നില്ല. വെളിയിൽ നിന്ന് അവരെക്കുറിച്ചല്ല എൻ്റെ വാദം. എൻ്റെ വാദം ഈ റെപ്രസെൻറ്റേഷൻ ഇല്ലായ്മയെക്കുറിച്ചാണ്. അപ്പം പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ അപ്പം നിർത്താം. എന്തായാലും എന്നെ ഇതിൽ വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.